ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെയാണോ വേദനിപ്പിച്ചത്? ഒരു കാരണവുമില്ലാതെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെയാണോ ഒരു കാരണവും ഇല്ലാതെ തകർക്കാൻ നോക്കിയത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്റെ കൊച്ചിന്റെ കല്യാണമാണോ ഒരു കാരണവും ഇല്ലാതെ അവർ മുടക്കിയത്? അവർ ലജ്ജിക്കാനിട വരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ദൈവത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. നമ്മളെ ഒഴിവാക്കി പോയവരുണ്ടല്ലോ, സമ്മാനമായിട്ട് വന്നു കാണും. നമ്മളെ ഒഴിവാക്കി പോകത്തില്ലേ? ഇവനെ കൊണ്ടൊന്നും കഴിവില്ല, ഇവൻ്റെ ഒരു പൈസയില്ല, ഇവനൊരു കഴകത്തില്ലെന്നൊക്കെ പറഞ്ഞ് പോയവരില്ലേ? പല കാരണങ്ങൾ പറഞ്ഞ് സമ്മാനങ്ങളുമായി വന്നു കാണും. ചെന്ന് കാണേണ്ടവർ വന്നു കാണും. മറക്കുവോ വാക്ക്? നിങ്ങൾ എലിക്കണി കണ്ടിട്ടുണ്ടോ? എലിപ്പെട്ടിക്കകത്ത് എന്നതാ വെക്കുന്നത്? നിങ്ങൾക്കിഷ്ടമുള്ളതാണോ അതോ എനിക്കിഷ്ടമുള്ളതാണോ? പറ. ഒരാൾ പറഞ്ഞു ചുട്ട തേങ്ങ വെച്ച എലി കാസർഗോഡൊന്നും വരുമെന്നവർ. എലിക്ക് മാത്രം പിടികിട്ടില്ല ഇത് കെണിയാണെന്ന്. ആ പഞ്ചായത്തിലുള്ള ബാക്കി എല്ലാ മൂത്ത എലികൾക്കും പിടികിട്ടിയത് എന്തോ കുഴപ്പമാണ്. പക്ഷെ ആ പോയ എലി പറയും ഇത് കെണിയല്ല, ഇതെൻ്റെ കണിയാണ്, ഇതെൻ്റെ രാശി തെളിയാൻ പോവാണ്. എൻ്റെ കണ്ടോ വാതിലൊക്കെ വന്നപാടെ തുറന്നാ കിടക്കുന്നത്. ഇത്രയും ഒരു സ്വീകരണം ഈ പഞ്ചായത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് പലരുടെയും ഇന്നത്തെ അവസ്ഥ. പലരും പലതും പറഞ്ഞു കൊടുക്കും. ദേ ആ ബന്ധം നിനക്ക് ശരിയല്ല, പിന്നെ അതാ അയാളെ പോലെ നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കയറിപ്പോകുന്ന പടികൾ എത്ര നിസ്സാരമെന്ന് തോന്നിയാലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. തിരിച്ചിറങ്ങിപ്പോകാനും അതേ പടികൾ നിനക്ക് ആവശ്യമായിട്ട് വരും. കയറിപ്പോകാനോ ഉള്ള പടികൾ, ചവിട്ടുപടികൾ, ഓ ഇതൊന്നും കൊള്ളത്തില്ല, ഇതിനൊന്നും കളറില്ല, ഇതിന് ഭംഗിയില്ല എന്നൊന്നും പറയരുത്. അഹങ്കാരത്തോടെ എന്തെങ്കിലും ആകുമ്പോൾ അതിനെ പുച്ഛിക്കരുത്. നാളുകളിൽ ഇന്നലകളിൽ കയറിപ്പോയ പടികൾ ചെറുതാണേലും തിരിച്ചിറങ്ങിപ്പോകാൻ അതേ പടികൾ നിനക്ക് ആവശ്യമായിട്ട് വരും. നമ്മുടെ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ആളിക്കത്തുന്നു. പ്രതിസന്ധികൾ ചിലരുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പ്രാർത്ഥിച്ചു മടുത്തവരുണ്ട്. ഇനി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒന്ന് ചിന്തിച്ചേ, കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴക്കാലമുണ്ടാകണമേ. അനുഗ്രഹത്തിൻ്റെ ഒരു മഴ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് പെയ്യിക്കണമേ. ആകാശത്ത് മഴക്കാറ് കയറി മൂടുമ്പോൾ കർഷകൻ ആകാശത്തേക്ക് നോക്കി പറയുന്നൊരു വാക്കുണ്ട്, ഇന്നൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. മിക്കവാറും രാത്രിയിൽ ഒരു മഴ പെയ്യും കേട്ടോ. ആകാശത്തേക്ക് നോക്കിയാ പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ, ആ ഉയരുന്ന പ്രാർത്ഥന കാണുമ്പോൾ, പ്രാർത്ഥനയിൽ നിൽക്കുന്നൊരു ആത്മീയ മനുഷ്യൻ പറയും, നിന്റെ മേൽ ഒരു മഴ പെയ്യാൻ, അനുഗ്രഹത്തിന്റെ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അനുഗ്രഹത്തിന്റെ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടി ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വഴിത്തിരിവായത്. ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്നന്മ പ്രാപിപ്പാൻ. അർത്ഥമറിഞ്ഞെല്ലാവരും പറയാമോ? ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. പിന്നൊരു വാക്കുണ്ട്, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. പറഞ്ഞ് എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല
സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ നാട്ടൊലീവ കായ്ച്ചതില്ല സൽഫലം കായ്ച്ചതില്ല സൽഫലം പറഞ്ഞേ ഞാൻ നാട്ടൊലിവ തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം എങ്കിലും ഈ കൊമ്പിലെ തള്ളിയിൽ എങ്കിലും ഈ കൊമ്പിലെ തള്ളിയിൽ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തുന്നു പറഞ്ഞേ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഞാൻ യോഗ്യനല്ല കർത്താവേ എന്റെ ശരീരത്തെ എന്റെ മനസ്സിനെ എന്റെ ആത്മാവിനെ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുവാൻ എന്നെ എന്റെ സാഹചര്യങ്ങളെ ഞാൻ ഒരുക്കുന്നു. എന്റെ അയോഗ്യതകളെ ഞാൻ ഏറ്റുപറയുന്നു. എന്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞേ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ പറഞ്ഞേ ഇത്ര നല്ല ദൈവത്തെ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ആ കണ്ണുകളെ നിങ്ങൾ അടച്ച്, എനിക്കറിയാം ഇതിനകത്ത് നിൽക്കുമ്പോൾ നല്ല ചൂടും ആവിയും പരവേശവും ഒക്കെയുണ്ട്. നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വാഭാവികമായി ചിന്തിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും വലിയ ഒരു AC ഹാളൊക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇത്ര ആളുകൾ വരില്ല. ഇത്രയും ചൂട് സഹിച്ച് ഈ പരിമിതമായ സ്ഥലത്ത് തിങ്ങിക്കൂടി ഇങ്ങനെ മുട്ടി നിൽക്കണമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വിടുതലുണ്ടെന്ന് ഇതിൽ തന്നെ വ്യക്തമാണ്. ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല എങ്കിൽ ഒരാളും ഇവിടെ ഇത്രയും ഓടിക്കൂടില്ലായിരുന്നു. എത്ര പേരാണെന്നറിയാമോ? ഇന്നലെ രാത്രിയിൽ കോഴിക്കോട് പോകുന്ന ആ ചുരം, ഒരു വലിയ ബസ്, ദൂരെ നിന്ന് വന്ന ഒരു കിടന്നു പോകുന്നൊരു ബസ് വന്ന് വെളുപ്പിന് 2 മണിക്കോ 3 മണിക്കോ ആ വളവിൽ ബ്ലോക്കായിപ്പോയി. ഇങ്ങോട്ടേക്ക് വരാനുള്ള 200-ലധികം ആളുകൾ ഇപ്പോഴും ഈ സമയത്തും ആ ചുരത്തിലാണ്. ഇങ്ങോട്ട് വരാൻ കഴിയാതെ ബ്ലോക്കായി ചെറിയ വാഹനങ്ങളിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. ഒത്തിരി പേർ ഞങ്ങളെ വിളിച്ചു. 2-3 ബസ്സുകൾ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ട 150ഓളം ബസ്സിൽ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ പുറപ്പെട്ട ബസ്സുകൾ, കൊച്ചിയിൽ നിന്നും കോട്ടയത്ത് നിന്നും പുറപ്പെട്ട ബസ്സുകൾ അവിടെ കിടക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കൂടി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അഹങ്കാരം എന്നൊരു കാര്യമുണ്ട്, അതൊരിക്കലും തലയ്ക്ക് പിടിക്കരുതെന്നാണ് പറയുന്നത്. എത്രയൊക്കെ അറിവ് നേടിയാലും, സൗന്ദര്യമുണ്ടായാലും, പണമുണ്ടായാലും, കഴിവുണ്ടായാലും, ഒരിക്കലും ഇതെത്രയൊക്കെ കൂടിയാലും
അഹങ്കാരം ഒരിക്കലും തലേ വരരുത്. കാരണം ബൈബിൾ പറയുന്നു, അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ച് താഴെയിടും. പിന്നെന്തു ചെയ്യും? എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ എളിമയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ, തലമുറയെ ദൈവം ഉയർത്തും. എന്തെല്ലാം വീട് വെച്ചു, കാറ് മേടിച്ചു, മക്കളെല്ലാം ഓരോ രാജ്യങ്ങളിലായി ഉയർന്ന പദവിയിലെത്തി, എല്ലാം ദൈവാനുഗ്രഹമാ. എന്തെന്നറിയാമോ? അഹങ്കരിക്കരുതെന്ന് പറയാൻ കാരണം, എത്ര കഷ്ടപ്പെട്ടു നേടിയതാണേലും അത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. എത്ര കഷ്ടപ്പെട്ട് നേടിയതായിക്കൊള്ളട്ടെ, ഒരിക്കലും അഹങ്കരിക്കരുത്. വിളിച്ചു പറയണം, ദൈവം തന്നതാണ് എനിക്ക്, ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാ. നിങ്ങളുടെ പേഴ്സ് പൈസ കൊണ്ടു നടക്കുന്ന പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 10 രൂപ നോട്ടേ കാണത്തുള്ളൂ. എന്നാലും മനസ്സിൽ പറയുക, ഇതെനിക്ക് ദൈവമാണ് നൽകിയത്, ഇതെനിക്ക് ദൈവമാണ് നൽകിയത്. എൻ്റെ മനോഹരമായ വീട് ഞാൻ ഉണ്ടാക്കിയത് മാത്രമല്ല, എൻ്റെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ്. എത്ര 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 കഷ്ടപ്പെട്ടു നേടിയതാണേലും അത് നഷ്ടപ്പെടാൻ ഒരേ ഒരു നിമിഷം ചിലപ്പോൾ മതിയാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, കയറിപ്പോകുന്ന പടികൾ വലിയ ഭംഗിയുള്ളതൊന്നും അല്ലേലും അതിനെ കളിയാക്കരുത്, പരിഹസിക്കരുത്, പുച്ഛിക്കരുത്. തിരിച്ചിറങ്ങിപ്പോകാനും ആ പടികൾ നാളുകളിൽ നിനക്ക് ആവശ്യമായി വന്നാലോ? വിശ്വസിക്കുന്നോ? ഇവിടെ നിൽക്കുന്നത് ഒരു ദൈവഹിതമാണെന്ന് തോന്നുന്നോ? ഈ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാണെന്ന് തോന്നുന്നോ? നീ അറിയുന്നോ നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവം അടുത്തു നിൽക്കുന്നത്? നീ ആത്മാവിൽ അനുഭവിക്കുന്നോ നിന്നെ വിടുവിക്കാൻ ഒരു ദൈവം അടുത്തു നിൽക്കുന്നത്? കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളോട് സംസാരിക്കുമെന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കാമോ? ഹല്ലേലൂയ. ഒരുപാട് സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നന്മയുള്ള ഐശ്വര്യമുള്ളൊരു ഭാവി സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഒരുപാട് പേർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിച്ച ഒരുപാട് പേർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഒത്തിരി സങ്കടമുണ്ട്. എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്തൊക്കെ അവർ വരുമായിരിക്കാം. ഇന്ന് അനുഗ്രഹമുള്ള ഒരു വചനം പ്രാർത്ഥനയോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർക്കുവാണ്. ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. നമ്മളെത്ര വെയിലും ചൂടുമുള്ള ഒരു സ്ഥലത്താണേലും ചില മരങ്ങളുടെ താഴെ തണലും കുളിർമയും തണുപ്പും ഒക്കെ ഉണ്ട്. ഒരാളോട് ചോദിച്ചു, എന്താണ് ഈ തണലെന്ന് പറഞ്ഞാൽ എന്താണ് തണൽ? അപ്പോൾ ഒരാൾ അതിന് കൊടുത്ത മറുപടി എന്താണ്? മരം കൊള്ളുന്ന വെയിലിൻ്റെ പേരാണ് തണൽ. മരം ആ വെയിൽ മുഴുവൻ കൊള്ളുവാണ്. അതുകൊണ്ട് ആ താഴെ നിൽക്കുന്ന നിനക്കൊരു തണുപ്പും ഒരു കുളിർമയും ഒരാശ്വാസവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നത്. ചിലർ പറയില്ലേ, ആ മരം അങ്ങ് വെട്ടിക്കള, അതിൻ്റെ ആ കമ്പെല്ലാം അങ്ങ് കോതിക്കള, എന്തിനാ അങ്ങടെ നിൽക്കുന്നത്? വെട്ടിക്കളയാനും ഇല്ലാതാക്കാനും എളുപ്പമാണ്. പക്ഷെ നാളുകളിൽ അത് നിനക്ക് ചിലപ്പോൾ പൊള്ളും, ഭയങ്കര ചൂടായിട്ട് തോന്നും. ആ മരം നിനക്ക് വേണ്ടി ചില വെയിൽ കൊള്ളുന്നുണ്ട്. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാവോ? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ മാതാപിതാക്കളാണ്. അല്ലെ, എന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്നവർ മാതാപിതാക്കളായിരിക്കും. നിങ്ങളെടുക്കുന്ന പ്രാർത്ഥന
നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീർ നിങ്ങൾ കൊള്ളുന്ന വെയിലാണ്. നിങ്ങളാണ് ഈ കഷ്ടപ്പാട് മുഴുവൻ എടുക്കുന്നത്. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാകാനായിരിക്കത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് രക്ഷപ്പെടണം, വീടൊന്ന് അനുഗ്രഹിക്കപ്പെടണം, അവർക്കൊരു നല്ല സ്വഭാവം ഉണ്ടാകണം, അവർക്ക് നല്ല കുടുംബജീവിതം വേണം. ഇതൊക്കെ ആഗ്രഹിച്ചാൽ നമ്മൾ ഈ വെയിലായ വെയിലും ഈ പ്രാർത്ഥനയായ പ്രാർത്ഥനയും കൊള്ളുന്നത്. പ്രാർത്ഥിക്കുന്ന എന്നെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പലരും പറയും വെട്ടിക്കളാ, എന്തോ കുറേ നേരമായി അയാൾ പ്രാർത്ഥിക്കുന്നു, അയാൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഉണ്ടായത്? നിങ്ങളുടെ തലമുറ അനുഭവിക്കുന്ന ഓരോ ചെറിയൊരാശ്വാസവും ചെറിയ തണുപ്പ് പോലും നമ്മളൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെയും ഉപവാസമെടുത്തതിൻ്റെയും കൈ ഉയർത്തിയതിൻ്റെയും യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമാണ് അടുത്ത തലമുറ അനുഭവിക്കുന്ന തണൽ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നല്ല സൗഭാഗ്യത്തിലൊന്നും ആയിരിക്കണമെന്നില്ല. കുറേ വെയിൽ കൊള്ളുന്ന ചൂട് പോലെ കുറേ ചൂട് കൊള്ളുന്നുണ്ട്, വെയിൽ കൊള്ളുന്നുണ്ട്. അക്ഷരാർത്ഥത്തിലുള്ള വെയിലല്ല, പ്രശ്നങ്ങളുടെ വെയിൽ, നാളെയെക്കുറിച്ച് ഓർത്ത് ആകുലതയുടെ വെയിൽ. എന്നിട്ട് ഈ കരം ഉയർത്തി അധരങ്ങളെ തുറന്നൊക്കെ പ്രാർത്ഥിക്കുവാണ്. നമ്മളീ വെയിലത്ത് നിൽക്കുന്ന മരം പോലെയാ പല അമ്മമാരും പല അപ്പന്മാരും പല മനുഷ്യരും. വെയിലത്ത് നിൽക്കുന്ന മരം, ഈ വെയിലായ വെയിലും മഴയായ മഴയും ഈ മരം മുഴുവൻ കൊണ്ടോണ്ടായിരിക്കുന്നത്. താഴെ നിൽക്കുന്ന എനിക്കോ അത് നല്ല ഒരു ആശ്വാസമാണ്, ഒരു സന്തോഷമാണ്. മരം വെയിൽ കൊള്ളുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ പറയും അതൊക്കെ സാധാരണയല്ലേ. നമ്മളൊക്കെ ആ മരത്തെ പോലെയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ആ മരം പോലെയാണ്. ഞാൻ കൊള്ളുന്ന വെയിൽ നിങ്ങൾക്ക് എന്താണെന്നറിയില്ല. നിങ്ങൾ കൊള്ളുന്ന വെയിലും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും എനിക്ക് മനസ്സിലാകില്ല ചിലപ്പോൾ. പക്ഷേ അതാരൊക്കെയോ ചില അനുഗ്രഹങ്ങൾ അതിൻ്റെ ഭാഗമായി അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചു. ആരൊക്കെയോ നമ്മളെടുത്ത ത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കും നാളുകളിൽ. ഹല്ലേലൂയ. കൊണ്ട ഒരു വെയിലും നഷ്ടമാകത്തില്ല, പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയും വെറുതെയാകത്തില്ല. അത് വേറൊരു തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് ആശ്വാസമായി, നന്മയായി, അനുഗ്രഹമായി അത് മാറും. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പറയുവാ, നല്ല കട്ടിയുള്ള ഒരു മരത്തിൻ്റെ പേരാണ് പുളിമരം. വാളംപുളി കായ്ക്കുന്ന മരം, പുളിമരം. ഭയങ്കര ബലമാണതിന്. അതിൻ്റെ ചെറിയ കമ്പ് പോലും ഓടിച്ചെടുക്കാൻ പാടാണ്. നല്ല ഉറപ്പുള്ളൊരു മരമാണ് പുളിമരം. ആ ഒരു മനുഷ്യൻ പറയുവാ, പുളിമരമായാലും അതിനിട്ട് കുത്തിയാലും വേദനിക്കും. കാര്യം പുളിമരം, അതിൻ്റെ ഒരു കുഞ്ഞ് കമ്പ് ഒടിക്കാൻ പറ്റുന്നില്ല. നല്ല ഉറപ്പാണ്. അതിൽ തൂങ്ങിക്കിടന്നാൽ അത് പൊട്ടത്തില്ല. നല്ല ഉറപ്പുണ്ട്, നല്ല ബലമാണ്, നല്ല വഴക്കമുണ്ട് ആ മരത്തിന്. പക്ഷെ പുളിമരമായാലും കുത്തിയാൽ അതിന് നോവിക്കും. പിന്നെയാണോ മനുഷ്യൻ? പുളിമരവും മനുഷ്യനും തമ്മിൽ എത്ര വ്യത്യാസം! മനുഷ്യന് അത്രയൊന്നുമില്ല, കട്ടിയില്ല. ചെറുതായിട്ട് കുത്തിയാലും വലുതായിട്ട് വേദനിക്കും. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ശരീരത്തിൽ വേദനയുള്ളവരുണ്ട്, മനസ്സിൽ വേദനയുള്ളവരുണ്ട്. പുളിമരമായാലും കുത്തിയ വേദനിക്കും. പിന്നെയാണോ മനുഷ്യൻ്റെ കാര്യം? വേദനയുള്ള ഓരോ അവസ്ഥകളും നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ ബോക്സിനകത്ത് പെൻസിലുണ്ട്. ആ പെൻസിൽ ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ റബ്ബറും പിടിപ്പിച്ചാണ്. പേനയുടെ മുകളിൽ റബ്ബറില്ല, പെൻസിലിൻ്റെ മുകളിൽ ഒരു മൈക്രോ റബ്ബറുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്തിനാണെന്ന്? ചുമ്മാതൊരു ഭംഗിക്ക് വച്ചതല്ല. എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റാം, അപ്പോൾ അത് തിരിച്ചു പിടിച്ച് മായ്ക്കാനാണ്. ജീവിതത്തിലും വേണം ഒരു മൈക്രോ റബ്ബർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് മായ്ക്കണ്ടേ? ഈ വിഷമങ്ങൾ ഇങ്ങനെ അകത്ത് കിടന്നാൽ ഡിപ്രഷൻ വരില്ലേ, രോഗം വരില്ലേ? നമുക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ,
ചില മായ്ക്ക റബ്ബർ കൊണ്ട് മായ്ച്ച് കളയണം. ചില സങ്കടങ്ങളെ മായ്ക്കാനുള്ള മായ്ക്ക റബ്ബറൊക്കെയാണ് ഞങ്ങൾ ചിലർ. ഹല്ലേലൂയ. ജീവിതത്തിനും വേണം, തോന്നിയിട്ടില്ലേ? ജീവിതത്തിനും വേണം മായ്ക്ക റബ്ബർ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വേദനിപ്പിച്ച വേദനകളും ഇന്ന് പലരുടെയും മനസ്സിൽ മാഞ്ഞിട്ടില്ല. ഇപ്പം എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 76. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു വേദനയുണ്ടല്ലോ, അതൊത്തിരി വർഷം മുമ്പാണ്. ആ വർഷം 18ഉം 25ഉം ഒക്കെ കഴിഞ്ഞു. പക്ഷെ മനസ്സിൻ്റെ താളീന്ന് അതൊട്ടും മായ്ഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പം അതൊക്കെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയും. ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരുണ്ട്. കാണുമ്പോൾ ചിരിച്ചോണ്ടിങ്ങ് വരും. അപ്പുറത്തെ മുറിയിൽ നിന്ന് കരഞ്ഞിട്ട് വാഷിംഗ് റൂമിൽ പോയി മുഖവും കഴുകി ടവല് കൊണ്ട് മുഖം നോക്കി കണ്ണാടി നോക്കി ഫ്രഷായിട്ട് ചിരിച്ചോണ്ടാണ് വരുന്നത്. അവർക്ക് ചിരിച്ച മുഖമല്ല, കരയുന്നൊരു മനസ്സുണ്ട്. ഇതിനകത്തും കാണും ഒറ്റയ്ക്ക് കരഞ്ഞവർ. സങ്കടങ്ങളൊന്നും മായ്ക്കാതെ കൊണ്ടു നടക്കല്ല്. നിങ്ങൾ കേൾക്കുന്ന വചനം ഒരു മായ്ക്ക റബ്ബറാണ്. ചില സങ്കടങ്ങളെ അതങ്ങ് മായ്ച്ച്, എങ്ങനെയാണ് മായ്ക്കുന്നത്? ഇങ്ങനെ മായ്ച്ച് കളയും. മനസ്സിൽ നിന്നും അങ്ങനെ അത് മാഞ്ഞു പോകത്തുള്ളൂ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ആരുടെയൊക്കെയോ സങ്കടങ്ങളെ മായ്ക്കാനുള്ള ഒരു മായ്ക്ക റബ്ബറായിട്ടാണല്ലോ ഈ ആലയത്തെ ദൈവം ഉയർത്തിയത്. ആരുടെയൊക്കെയോ സങ്കടങ്ങളെ മായ്ക്കാനുള്ള മായ്ക്ക റബ്ബറാണല്ലോ ആ നിൽക്കുന്ന പാട്ടുകാരൻ. അയാൾ പാടുന്ന പാട്ട്, നമ്മൾ പറയുന്ന ചില വചനങ്ങൾ, സങ്കടമുള്ള ഒരു ബുക്ക് നിറയെ കുത്തി വരച്ചതുപോലെ ആ മനസ്സ് മുഴുവൻ എന്തൊക്കെയോ ഉണ്ട്. ഒക്കെ മായ്ക്കണ്ടേ? ഇത് മായ്ച്ചില്ലെങ്കിലോ നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും. ചിലപ്പം ചിലർ നമ്മളോട് ചോദിക്കും, എന്തോ ഒരു ദേഷ്യമാണ് നിങ്ങൾക്ക്. ദേഷ്യം, അയാൾ ദേഷ്യക്കാരൊന്നും അല്ല. പക്ഷെ മനസ്സിൽ കുറേ മായാത്ത, ചിലർ ചതിച്ചതിൻ്റെ, ചിലർ ഒറ്റപ്പെടുത്തിയതിൻ്റെ, ചിലർ നമ്മുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിച്ചതിൻ്റെ, ചതിച്ചതിൻ്റെ കുറേ മായ്ക്കാനുണ്ട്. ഇങ്ങനെ ചിന്തിച്ചാണ്ടല്ലോ എത്രയെത്ര പേജുകളാണ് മായ്ക്കാൻ കിടക്കുന്നത്. അയ്യോ, ഒരുപാട് കാര്യം. 5ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം, 5 വയസ്സുള്ളപ്പോൾ കിട്ടിയ വേദനിക്കുന്ന ഓർമ്മകൾ പോലും മായ്ഞ്ഞിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കിട്ടിയ വേദനിക്കുന്ന അനുഭവങ്ങൾ മായ്ഞ്ഞിട്ടില്ല. വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങളൊന്നും മാഞ്ഞിട്ടേയില്ല. ഇതൊന്നും മായ്ക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നുമില്ല. ചില ആൾക്കാർ പറയില്ലേ, ഞാനിതൊക്കെ ഒന്ന് മറക്കാൻ ശ്രമിക്കുവാണ്, പറ്റുന്നില്ല. മായ്ക്കാൻ വലിയ പാടാണ്. പെൻസിൽ കൊണ്ട് എഴുതിയതിനെയൊക്കെ മായ്ച്ചു കളയാം. പക്ഷെ ജീവിതത്തിൽ ചിലർ കോറിയിട്ടതിനെയൊന്നും മായത്തിൽ എത്ര മായ്ക്കാൻ നോക്കിയാലും വീണ്ടും തെളിഞ്ഞു വരുന്ന പോലെ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില സങ്കടങ്ങൾ മായ്ച്ചു കളയട്ടെ. ആ മാഞ്ഞു പോട്ടെ. ഇവിടുന്ന് പോകുമ്പോൾ നല്ല തെളിഞ്ഞ ഒരു കടലാസ് പോലെ തെളിഞ്ഞ മനസ്സോടെ പോകാൻ പറ്റണം. ഞാനൊരു മായ്ക്ക റബ്ബറാണ്. മൈക്കൊക്കെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ ചില വിഷമങ്ങളെ ഓർമ്മപ്പെടുത്താനല്ല, മായ്ക്കാനാണ്. മാഞ്ഞു പോട്ടത്. അത് മാഞ്ഞു പോകുമ്പോൾ തന്നെ ജീവിതം കുറേ തെളിഞ്ഞു വരും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു ദൈവവചനം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 37-ാമത്തെ ഒരു വാക്യം ഒന്ന് വായിക്കുവാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൻ്റെ ഒരു പ്രസക്ത വാക്ക്, ഒരു ചെറിയ ഭാഗം ശ്രദ്ധിക്കാനാണ്. ഒന്ന് വായിക്കുകയാണ്. 1 രാജാക്കന്മാർ 18:37. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും, ശ്രദ്ധിച്ചു കേട്ടോ, അങ്ങ് മാത്രമാണ് ദൈവമെന്നും, അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന്. അവിടെ നിൽക്കട്ടെ.
അവിടെ ഒരു വാക്കാണേ, പ്രാർത്ഥിച്ചിട്ട് പറയുക, അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് അവര് അറിയേണ്ടതിന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടെന്ന്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ചിലരൊക്കെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ നിങ്ങളെ കളിയാക്കും, എതിർക്കും, വിമർശിക്കും. അയൽവാസികൾ നമ്മളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും. നിങ്ങൾ പറ, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് എന്നെ പരിഹസിച്ചവരും എന്നെ കളിയാക്കിയവരും അറിയാൻ ഇടവരണമേ. കുറേ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ കയ്യെ പിടിച്ച് ചിലപ്പോൾ അവർ പറയും, എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേന്ന്. അപ്പം നമ്മൾ ഓർക്കും, ഓ ഇവരൊക്കെ എന്നാ കളിയാക്കലായിരുന്നു. ബൈബിളിലെ പ്രാർത്ഥനയാണ്. ഏലിയ പ്രാർത്ഥിച്ചു, ഇവിടെ നിൽക്കുന്ന ഈ ജനം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇവരറിയേണ്ടതിന്. നമ്മൾ പ്രാർത്ഥന, നമുക്കൊരു അനുഗ്രഹം ലഭിക്കും, നമ്മൾ മാത്രം ഒറ്റയ്ക്ക് അറിയേണ്ട കാര്യമല്ല. ദൈവത്തിൽ നിന്നൊരു മറുപടി ലഭിക്കുന്നത് അത് ദൈവത്തിൻ്റെ കയ്യൊപ്പാണ്. ഇത് ഒരാൾ അറിയേണ്ട കാര്യമല്ല. എൻ്റെ ചുറ്റും നിൽക്കുന്ന അനേകർ ഇതിനെക്കുറിച്ച് അറിയും. നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ പലരും അതിനെക്കുറിച്ച് സംസാരിക്കും. ഹല്ലേലൂയ. ഒരാളുടെ വീട്ടിലെ അവരുടെ മകൻ്റെ വിവാഹം നടന്നു, സന്തോഷമായിട്ട് നടന്നു, 1 രൂപ കടവില്ലാതെ നടന്നു. അപ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ, ഇവരെ അടുത്തറിയാവുന്ന ഒരാൾ അവരുടെ വീടിനകത്തിരുന്ന് അവർ സംസാരിച്ചതെന്നറിയാമോ? അത് തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടാകട്ടോ. അവരിതൊന്നും പരസ്യപ്പെടുത്തിയില്ലെങ്കിലും പലരുടെയും മനസ്സിൽ നാളുകളിൽ നിങ്ങളെ നോക്കി പറയും, നിന്റെ ആ സഹോദരിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഓ ആ മകൻ്റെ ജീവിതം നല്ലതായത് ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. നമ്മുടെ ചുറ്റും നിൽക്കുന്ന പലരും അറിയാൻ ഇടവരും, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്, ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പലരും അറിയേണ്ടതിന്. ആരാ അറിയേണ്ടത്? എന്നെ വിമർശിച്ചവർ അറിയണം, എന്നെ പരിഹസിച്ചവർ അറിയണം, എന്നെ വിധിച്ചവർ അറിയണം, എന്നെ കളിയാക്കിയവർ അറിയണം, എന്നെ നോക്കി പല അപഖ്യാതികളും പറഞ്ഞവർ അറിയണം. അവരറിയേണ്ടതിന്. എനിക്ക് മാത്രം പറഞ്ഞാൽ പോരാ. ഏലിയ പ്രാർത്ഥിച്ചു, അവരറിയേണ്ടതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. 38-ാമത്തെ വാക്യമോ, ഉടനെ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വളരെ വേഗം മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. വളരെ വേഗം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇനി തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ എഴുതിയിട്ട നിയോഗമാകാം. നിങ്ങൾ ഏറ്റവും ആവശ്യമായി മനസ്സിൽ കൊണ്ടുവന്ന് ഈ മണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമാകാം. ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാമോ? എനിക്കൊരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറിയിരുന്നെങ്കിൽ, ഉടനെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവമേ, അതേ ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണെന്ന്, അതേ ദൈവം ഇന്ന് പ്രാർത്ഥന കേൾക്കാൻ മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ചിലർ അറിയേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിലെ ചിലർ പോലും അറിയണം. അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, പപ്പ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അവരറിയാൻ, നിങ്ങളുടെ വീട്ടിലുള്ള ചിലർ അറിയാനിട വരണം. അതുതന്നെ ഒരു സാക്ഷ്യമാണ്. ആ കരങ്ങളെ ഒന്ന് ഇരുന്നു കൊണ്ട് തന്നെ ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ചിലരൊക്കെ അറിയണ്ടേ? ചിലർ പറയുന്നു, എൻ്റെ ജീവിത പങ്കാളി ഒന്ന് അറിഞ്ഞ് ദൈവത്തിലേക്ക് വന്നിരുന്നെങ്കിൽ, എൻ്റെ മക്കളിൽ ചിലരൊന്ന് അറിഞ്ഞു ദൈവത്തിലേക്ക് വന്നിരുന്നെങ്കിൽ, ചിലർ നിങ്ങളിലൂടെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലേക്ക് വരുന്ന അനുഭവം ഉണ്ടാകും. ആ കരങ്ങളെ ഉയർത്തി അധരങ്ങളെ തുറന്ന് നിങ്ങൾ കൊണ്ടുവന്ന ആ പ്രാർത്ഥനാ വിഷയത്തെ ഉടനെ ഒരു മറുപടി ലഭിക്കേണ്ട, ഉടനെ ഒരു ഉത്തരം ലഭിക്കേണ്ട, ഉടനെ ഒരു വിടുതൽ ലഭിക്കേണ്ട, ഉടനെ ഒരു സൗഖ്യം ലഭിക്കേണ്ട എല്ലാ പ്രാർത്ഥനകളെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അധരങ്ങൾ
ഹൃദയങ്ങളെ തുറന്ന് ഒന്ന് ശബ്ദമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഉടനെ ഒരു അത്ഭുതം നടക്കും. ഉടനെ ഒരു അത്ഭുത വിടുതൽ നടക്കും. ഉടനെ ചില വിടുതലുകൾ നടക്കും. ഉടനെ ദൈവപ്രവൃത്തികൾ നടക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിലർ അറിയാനിടവരും. ചിലർ അറിയാനിടവരും. എന്റെ വീട്ടിലുള്ളവർ അറിയാനിടവരും. എന്റെ കുടുംബക്കാർ അറിയാനിടവരും. ഞാൻ എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദി നന്ദി നന്ദി. ചേർന്ന് പാടിയേ. യേശുവേ എൻ പ്രിയനേ, പാടിയേ. നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. എല്ലാവരും പറഞ്ഞേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയേ. ശബ്ദമുയർത്തി വിശ്വാസത്തോടെ പറഞ്ഞ് മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയേ. കരങ്ങൾ അല്പം ഉയർത്തി. യേശുവേ, യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. ശബ്ദമുയർത്തി പറഞ്ഞു. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി പറയുന്നൊരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് നിങ്ങൾ മനസ്സിൽ നിന്ന് കളയല്. മനസ്സിൽ നിന്ന് കളയാതിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. എന്നെ ഇന്ന് രാവിലെ തൊട്ട് കണ്ടവർ, ഇന്നലെ കണ്ടവരൊക്കെ കുറേ ആളുകൾ പറഞ്ഞേ ഞങ്ങളെ ചതിച്ചു കളഞ്ഞു എന്ന്. ഒരു വേദനയുള്ളൊരു വാക്കാണ് എന്ത്? ചതി. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരൊക്കെ തന്നെ ആയിരിക്കും ആദ്യം നിങ്ങളെ ചതിക്കാൻ തീരുമാനിച്ചതും. ചതി എന്നൊരു വാക്ക് ചതിച്ചാൽ പിന്നെ അത് വലിയൊരു മരിക്കുന്നവരെ മറക്കാത്തൊരു ഓർമ്മയാണ് ചതി. ഞാനൊരു കാര്യം വായിക്കാം. ഒരാൾ നമ്മളെ ചതിച്ചെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുന്നോ? ഒരാൾ നമ്മളെ ചതിച്ചെങ്കിൽ ഒരു നാൾ, ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലും നിന്നെ ചതിച്ചവർ ലജ്ജിക്കാനിടവരും. ഞാൻ ബൈബിളിലൂടെ അത് തെളിയിക്കുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പതുക്കെ പറയുന്നത്. ആരെ? നമ്മുടെ മുമ്പിൽ നമ്മളെ ചതിച്ചവർ തലകുനിച്ച് നിൽക്കുന്നൊരു കാലം കാണാനിടവരും. നമ്മളെ ആരെയാണെന്നറിയോ? ആരെയാ? ഞാൻ പറയാം, എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഒരു കാരണവുമില്ലാതെ ചതിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഒരു കാരണവുമില്ലാതെ നിന്നെ അടിച്ചോ? ഒരു കാരണവുമില്ലാതെ നിന്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയോ? ഒരു കാരണവുമില്ലാതെ നിന്നെ വേദനിപ്പിച്ചോ? ആരുമാകട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഒരു കാരണവുമില്ലാതെ ആരേലും വേദനിപ്പിച്ചാൽ അതാദ്യം നോവുന്നത് ദൈവത്തിനാണ്. ആ വേദനിപ്പിച്ച, ഒരു കാരണവുമില്ലാതെ നിന്നെ ചതിച്ചവരില്ലേ, വേദനിപ്പിച്ചവരില്ലേ, നിന്റെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുന്നൊരു സമയം വരും.
തള്ളിക്കളഞ്ഞവരും ചതിച്ചവരും ഇങ്ങനെ കണ്ണുമിഴിച്ചിങ്ങനെ നോക്കും നിന്റെ മേൽ വന്ന അനുഗ്രഹത്തെ കണ്ട്. നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ അവരുടെ കണ്ണ് തള്ളിപ്പോവും. ചതിച്ചവർ കയ്യടാന്നായിപ്പോവും. ചില വാക്കില്ല, എനിക്കത് കണ്ടപ്പോൾ അയ്യടാന്നായിപ്പോയി. ഷോ, ആരെയും ചതിച്ചേക്കരുത്. ആരെയും ചതിക്കുമ്പോൾ ഒരു ജീവിതമാണ് കുഞ്ഞെ അപ്പുറത്ത് തകർന്നു പോയത്. ഒരു കുടുംബമാണ് ഇല്ലാതായിപ്പോയത്. നീ ലജ്ജിക്കാൻ ഇടവരും ചതിച്ചാൽ. ഞാൻ തെളിയിക്കാം, ബൈബിളിലൂടെ ഒരു വാക്യത്തിലൂടെ ഒരു വചനം പറഞ്ഞ് തെളിയിക്കാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37-ാം അധ്യായം ഒരു ചതിയാണ്, ഒരു വലിയ ചതി. ചതിച്ചത് വേറെ രാജ്യക്കാരൊന്നുമല്ല, ഒരേ വീട്ടിൽ പിറന്നവരും ഒരേ വീട്ടിലെ സഹോദരങ്ങൾ ചതിച്ചു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. ജോസഫിനെ സഹോദരന്മാർ ചതിച്ചു. ചതി. ജോസഫിൻ്റെ സഹോദരന്മാർ, നിങ്ങൾക്കിത് പരിചയമുണ്ട്. ജോസഫിൻ്റെ സഹോദരന്മാർ വലിയ മിടുക്കന്മാരാണ്, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഈ അതിബുദ്ധി ആപത്താന്ന് കേട്ടിട്ടില്ലേ? അതിബുദ്ധിയും പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമാന്മാരാ. അപ്പോൾ ജോസഫിൻ്റെ പിതാവ് പറഞ്ഞു, സഹോദരന്മാർക്ക് ക്ഷേമമാണോ എന്ന് നീ അന്ന് അന്വേഷിച്ചിട്ട് വാ. അങ്ങനെ ജോസഫ് സഹോദരന്മാരെ അന്വേഷിച്ച് പോകുമ്പോൾ ആടുകളെ മേയ്ക്കുന്ന സഹോദരന്മാർ മലഞ്ചെരുവുകളിൽ നിന്നോണ്ട് കണ്ടു സഹോദരൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർ ഒരു ഗൂഢാലോചന നടത്തുക അവനെതിരെ. നമുക്കിവനെ കൊന്ന് കുഴി തട്ടിക്കളയാം, തീർത്തേക്കാം, നല്ല പറ്റിയൊരു സ്ഥലമാണ്. പറ്റിയ സമയം വരുമ്പം ചിലർ നമ്മളെ ചതിക്കും. ഒത്തുവരുമ്പോൾ കൂടെ നിന്ന് 5-6 വർഷം കൂടെ നിന്നിട്ടും പിടികിട്ടിയില്ല പുള്ളി ചതിക്കുമെന്ന്. ഒത്തു വന്നപ്പം ഒരൊറ്റ ചതി. പുള്ളിയൊന്നും ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നോട് 5-6 പേര് പറഞ്ഞായിരുന്നു നീ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ടെന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. എല്ലാവരും ശ്രദ്ധിക്കണം, 4 വശത്തു നിന്നും ചതി വരാം. ശ്രദ്ധിച്ചു നിന്നോണം, ശ്രദ്ധിച്ച് ജീവിച്ചോണം. ചതി ഒരു വലിയ വാക്കാ. ഇതിനകത്തിരിക്കുന്ന എത്ര പേരുടെ പൈസയാ പലരും ചതിച്ചോണ്ട് പോയെന്നറിയാവോ? 30,000 രൂപ, 50,000 രൂപ, 7 ലക്ഷം രൂപ, 18 ലക്ഷം രൂപ. ആ രാജ്യത്ത് കൊണ്ടുപോകാം, ഈ രാജ്യത്ത് കൊണ്ടുപോകാം, ആ നാട്ടിൽ കൊണ്ടുപോകാം, അങ്ങനെ ചെയ്തു തരും, ഇങ്ങനെ ചെയ്തു തരും. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എനിക്ക് 3 പെമ്മക്കളാണ് ഉള്ളത്, എൻ്റെ മക്കളെ തൊട്ടാ ഞാൻ പറയുന്നേ. ഓ, മക്കളെ തൊട്ട് സത്യം ചെയ്തവരൊക്കെ ചതിക്കുവോ? ഓ, വലിയ വലിയ സത്യം ചെയ്തവരൊക്കെ ഇൻ്റർനാഷണലായിട്ട് ചതിച്ചവരാണ്. പലരെയും ചതിച്ചു. ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ചതിക്കാനാണ് ഉള്ളിലിരിപ്പുള്ളതെങ്കിൽ നേരത്തെ കാണാനുള്ള കഴിവ്, അതൊരു വലിയ കഴിവാണ്. ചതിക്കുന്നവരെ 1/2 മീറ്റർ അപ്പുറത്ത് വച്ച് തന്നെ മനസ്സിലാക്കാൻ സെൻസ് ചെയ്തോണം, പുള്ളി കറക്റ്റല്ല, എന്തോ ചതിയുണ്ട് പുള്ളിക്ക്. പുള്ളി ഇന്നലെ പറഞ്ഞ പോലല്ല ഇന്ന് പറയുന്നത്, കഴിഞ്ഞ മാസം പറഞ്ഞതൊന്നുമല്ല ഇപ്പം പറയുന്നത്, കറക്റ്റല്ല, ആള് സത്യമല്ല. ചതിയുണ്ടെങ്കിൽ ചിലർക്കൊരു പ്രശ്നമുണ്ട്, ചതിയാണെന്ന് 1000 പേര് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. നിങ്ങൾ എലിക്കണി കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ പേര് തന്നെ എന്താണ്? എലിക്കണി. എലിപ്പെട്ടിക്കകത്ത് എന്നതാ വെക്കുന്നത്? നിങ്ങൾക്കിഷ്ടമുള്ളതാണോ അതോ എലിക്കിഷ്ടമുള്ളതാണോ? പറ. നമുക്കിഷ്ടമുള്ളത് വേറെ ഒത്തിരി സംഭവമാണ്, അതൊന്നും നമ്മൾ വെക്കത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നതാണെന്ന്. എൻ്റെ അറിവിൽ ചുട്ട തേങ്ങയാണ്. എൻ്റെ അറിവിൽ ഒരാൾ പറഞ്ഞു ചുട്ട തേങ്ങ വെച്ച എലി കാസർഗോഡൊന്നും വരുമെന്നാണ് പറഞ്ഞു. കാസർഗോഡ് നെലി വയനാട്ടിൽ വരും ചുട്ട തേങ്ങയുടെ മണം വരുമ്പോൾ. പക്ഷെ എലി ഇതിങ്ങനെ മാളത്തിലിരിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും, നല്ല സ്മെല്ല്. ആ സ്മെല്ല് കേൾക്കുമ്പോൾ എലി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. മൂത്ത എലികൾ പറയും ശ്രദ്ധിച്ചു വേണം, പോടാ അവിടുന്ന്, നീ എന്നെ ഈ പറയുന്നു, എന്നെ ഉപദേശിക്കണ്ട കേട്ടോ,
ഞാനിതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിനക്ക് ലോകപരിചയം വല്ലതും ഉണ്ടോ? നീ ഭക്തിയും പ്രാർത്ഥനയായിട്ട് നടക്കുമല്ലേ? ഞാൻ ഈ ലോകം കുറേ കണ്ടവനാണ്. ആയിക്കോട്ടെ, പോയിട്ട് വാ. എലി പോയി കുറച്ച് ദൂരം ചെല്ലുമ്പം ഈ പെട്ടിയും കാണും. ആ പെട്ടിയുടെ വാതിലൊക്കെ തുറന്നിരിക്കുന്നു. അതിനകത്തൊരു ചുട്ട തേങ്ങയും കാണും. എലിക്ക് മാത്രം പിടികിട്ടില്ല ഇത് കെണിയാണെന്ന്. ആ പഞ്ചായത്തിലുള്ള ബാക്കി എല്ലാ മൂത്ത എലികൾക്കും പിടികിട്ടിയത് എന്തോ കുഴപ്പമാണ്. പക്ഷെ ആ പോയ എലി പറയും, ഇത് കെണിയല്ല, ഇതെൻ്റെ കണിയാണ്, ഇതെൻ്റെ രാശി തെളിയാൻ പോവാണ്. ഇനി തൊട്ട് എൻ്റെ കണ്ടോ വാതിലൊക്കെ വന്നപാടെ തുറന്നാണ് കിടക്കുന്നത്. ഇത്രയും ഒരു സ്വീകരണം ഈ പഞ്ചായത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എലിക്കെന്തോ ഒരു സന്തോഷമാണെന്നറിയാം. എലി ഒന്നും നോക്കത്തില്ല, അങ്ങോട്ട് കയറിപ്പോവും. ആ ചുട്ട തേങ്ങയെ തൊടുമ്പം സന്തോഷമൊക്കെ വരും. പക്ഷെ ഒരു ഠേന്നൊരൊച്ച കേൾക്കും. വാതിലടഞ്ഞതാ. എലി ആ തേങ്ങ തിന്നാൻ തുടങ്ങുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽ ഓൾറെഡി ക്ലോസ്ഡ്. പിന്നെ ഒരു വെപ്രാളമുണ്ട്. എല്ലാ സൈഡിൽ കൂടെയും പോകാൻ വേണ്ടി കയ്യും കാലും മൂക്കും ഒക്കെ ഇട്ട് പരമാവധി നോക്കും. ജന്മകാലത്ത് രക്ഷപ്പെടത്തില്ല. ഇതാണ് പലരുടെയും ഇന്നത്തെ അവസ്ഥ. പലരും പലതും പറഞ്ഞു കൊടുക്കും. ദേ, ആ ബന്ധം നിനക്ക് ശരിയല്ല, പിന്നെ അതാ അയാളെപ്പോലെ നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ആയിക്കോട്ടെ, മുന്നോട്ട് പോക്കോട്ടെ. ചിലരോടൊന്നും പറഞ്ഞാൽ ഇത് കെണിയാണെന്ന് മനസ്സിലാകത്തില്ല. ഓ, നിങ്ങളെന്താ ബിസിനസ്സോ? അതെ, ബിസിനസ്. ഷെയർ കൂടിയാ? വേണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അല്ല ഫാദർ, പുള്ളി എന്ന് പറഞ്ഞാൽ അത്ര നല്ല മനുഷ്യനാണ്. ആയിക്കോട്ടെ. ചിലർക്കുണ്ടല്ലോ കെണി കണ്ടാലും പിടികിട്ടൂല. പുള്ളി വിചാരിക്കുന്നത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള വഴിയല്ല. അവിടെ ആ പല വഴികളും പലരുടെയും ജീവിതത്തിൻ്റെ മുമ്പിൽ അടഞ്ഞു പോയത്. കെണിയാണെന്ന് കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം. ചിലത് ചതിയാണ്. അതാണായാലും പെണ്ണായാലും. ചിലത് അവരുടെ ഉള്ളിൽ ചതിക്കണമെന്നൊരു സംഭവം കിടപ്പുണ്ട്. അതിപ്പോഴൊന്നും പുറത്തു വരത്തില്ല. അനുയോജ്യമായ സമയം വരുമ്പം അവർ ചതിക്കാൻ തുടങ്ങും. ചതിക്കുന്ന മനുഷ്യരെ അതെത്ര പാൽപുഞ്ചിരി സമ്മാനിക്കുന്ന ആളായാലും സെൻസ് ചെയ്തോണം. പുള്ളിക്ക് ആ ചിരിയൊക്കെ ഉള്ളൂ, ആ വർത്താനമൊക്കെ ഉള്ളൂ. വലിയ വർത്താനമാണ്, വെറും പൊള്ളവാക്കാണ്. ചതി കിടപ്പുണ്ട്. പലർക്കും ചതിക്കുന്നവരെ പിടികിട്ടത്തില്ലെന്നേ. അങ്ങനെയാ പലരും ഓരോ അക്കിടി ചെന്ന് പെട്ടത്. ചതി കാണുമ്പോൾ അറിഞ്ഞോണം ഇതിനകത്ത് ചതിയുണ്ട്. ജോസഫ് അങ്ങനെ പോകുമ്പോൾ അവിടെ വലിയ മീറ്റിങ്ങാ. ഇവനെ പിടിച്ച് കൊന്നു കളയണം, കിണറ്റിലിടണം, ഇവന് ജീവിക്കാൻ അനുവദിക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു ഉപദ്രവവും ചെയ്യാത്ത ജോസഫിനെ സഹോദരന്മാർ ചതിച്ചു. ചതിച്ചവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആദ്യം നമ്മളെ ചതിച്ചവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ വിചാരിക്കും, അയ്യോ അവർക്കൊക്കെ ചതിച്ചിട്ടു, എന്തോ ഒരു ഭാഗ്യമാണ്. ദൈവമൊന്നുമില്ല. നമ്മളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് കണ്ടോ, നമ്മളെ ചതിച്ചവർ വീട് മേടിക്കുന്നു, കാറ് മേടിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, ആ രാജ്യത്ത് പോകുന്നു, എന്തോ ഒരു ഭാഗ്യമാ. പറയാൻ വരട്ടെ, ഇച്ചിരി കഴിയട്ടെ. നിന്നെ ഒരു കാരണവുമില്ലാതെ, അതാരായിക്കൊള്ളട്ടെ, എത്ര വലിയോനായിക്കൊള്ളട്ടെ, ചെറിയവനായിക്കോട്ടെ, നീ ഒരു തെറ്റും ചെയ്യാതെ നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ അവർ ലജ്ജിച്ച് തല താഴ്ത്താൻ, അത് നീ കണ്ണുകൊണ്ട് കാണും, ലജ്ജിച്ച് നിന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്നത്. ചില ആളുകൾ അയ്യോ എന്നെ ഇങ്ങനെ പ്രതികരിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഇച്ചിരി നേരം ശാന്തമായിരിക്കൂ. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ വേദനിപ്പിക്കുമ്പോൾ, ഒരു തെറ്റും ചെയ്യാതെ നിന്നെ വേദനിപ്പിച്ചാൽ നോവുന്നൊരു ഹൃദയവും തലയ്ക്ക് മുകളിലുണ്ട്. വേദനിക്കുന്നൊരു മനസ്സുണ്ട്. നീ കാണാത്തൊരാൾ നിന്നെ കണ്ടോണ്ടായിരിക്കുന്നേ. ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ 4-5 ലൈറ്റും ഇവിടെ സീൽ ചെയ്തൊക്കെ ഇവിടെ ഇരിക്കുന്ന കുറെ മനുഷ്യരെ കാണുന്നുള്ളൂ. നീ കാണാത്തൊരാൾ നിന്നെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. നീതിമാനായ ദൈവം നീതിയോടെ വിധിക്കും. ഹല്ലേലൂയ. ജോസഫ് എന്ന ആളെ കിണറ്റിലിട്ടു, അവിടുന്ന് കയറ്റി. പിന്നെ ജോസഫിനെ അവർ അടിമക്കാർക്ക് വിറ്റു. എന്നിട്ട് ഇന്റർനാഷണൽ നുണ പറഞ്ഞു. അവനെ പുലി, കടുവ ഏതാണ്ടോ പിടിച്ചോണ്ട് പോയി.
അവരൊരാടിനെ കൊന്ന് ആ ചോരയിൽ മുക്കി ഇവൻ്റെ വസ്ത്രം കൊണ്ടുപോയി അപ്പന് കൊടുത്തിട്ട് പറയുവാണ്, ഇത് നിൻ്റെ മകൻ്റെ ആണോ എന്നപ്പാ നോക്കൂ. എത്ര നല്ലതായിട്ടാണ് അഭിനയിക്കുന്നത്. ചില ആളുകൾക്ക് നമ്മളെ ചതിക്കാനും അറിയാം, നിൽക്കാനും അറിയാം. നന്നായിട്ട് അവർ അഭിനയിച്ച് കളയും. നന്നായിട്ട് ചിലർക്ക് അഭിനയിക്കാൻ അറിയാം. നമ്മൾ വിചാരിക്കും അഭിനയിക്കുന്നവനാണ്. ചിലർക്ക് അഭിനയിക്കാനേ അറിയത്തില്ല. അവർ അഭിനയിക്കാൻ അറിയാത്തവരൊന്നും പെട്ടെന്ന് ആരും വിശ്വസിക്കത്തില്ല. നമ്മൾ അഭിനയിക്കുന്നവരെ അവരാ നല്ലത്, സത്യം അതാന്ന് ചിന്തിക്കും. സഹോദരന്മാർ പറഞ്ഞു, അവനെ പുലിയോ കടുവയോ ഏതാണ്ടോ കാട്ടുമൃഗം പിടിച്ചോണ്ട് പോയി. ഇനി വായിക്കുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ചതിച്ചു, സഹോദരന്മാർ ചതിച്ചവൻ, ചതിയിൽ കുടുങ്ങിപ്പോയവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ വന്നു. 45-ാം അധ്യായം എല്ലാവരും ശ്രദ്ധിച്ചേ. ജീവിതത്തിലും ഒരു 45-ാം അധ്യായം ഉണ്ടെന്ന് കൂട്ടിക്കോ. എൻ്റെ ജീവിതത്തിന് കൊണ്ടൊരു 45-ാം അധ്യായം, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടൊരു 45-ാം അധ്യായം. 45-ാം അധ്യായം നല്ലതാണ്, ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. പ്രഭാഷണമായിട്ടൊന്നും ആരും കേൾക്കണ്ട. ഇതൊരു പാഠമാണ്. ചിലരൊക്കെ നിങ്ങളെ കൂടപ്പിറപ്പായി കൂടെ നിന്നവൻ ചതിച്ചവരുണ്ട്. ഒട്ടെ നിന്നേച്ച് നല്ല കൃത്യസമയത്തൊരു പാര. എത്രയോ നന്മകളും എത്രയോ ഐശ്വര്യവും അവൻ കെടുത്തി കളഞ്ഞത്. മനസ്സിൽ നിന്നും തീർന്നിട്ടില്ല ചില പകകൾ പോലെ കിടക്കുന്നത്. അതാ പറഞ്ഞത്, ചിലതൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞേരെ. നിന്നെ ദൈവം ഉയർത്തും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ഇന്നൊരു തകർച്ച വന്നാലും അത് നിന്റെ അവസാനമല്ല, അത് നിന്റെ ജീവിതത്തിന്റെ ചില തുടക്കങ്ങൾക്ക് പോലും കാരണമാകും. അതോ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിക്കും. 45-ാം അധ്യായം 45-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. തൻ്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. ഭയങ്കര സങ്കടം വന്നു ജോസഫിന്. സങ്കടം വരേണ്ടത് പുള്ളിക്കല്ല, മറ്റവർക്കാണ്. പുള്ളി ഒരു ഭരണാധികാരിയാണ്. സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ഭരണാധികാരി പറഞ്ഞു, ജോസഫ് പറഞ്ഞു, എല്ലാവരെയും അങ്ങോട്ട് ഒന്ന് ആ സ്ഥലത്തുനിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. പുറത്തോട്ട് ഇറക്കി വിട്ടു. അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയ ജോസഫ് ഭരണാധികാരിയുടെ കസേരയിൽ ഇരിക്കുമ്പം സഹോദരന്മാർ തല താഴ്ത്തി വന്നു നിൽക്കുക ഇവൻ്റെ മുൻപിൽ. തള്ളിക്കളഞ്ഞവർ കണ്ണ് മിഴിച്ചുപോയി. അയ്യടാ നായിപ്പോയ ഭാഗം. അടുത്ത വാക്യം വായിക്കുവാണ്. 2-ാമത്തെ വാക്യം. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്, ഞാനാണ് ജോസഫ്. എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? നമ്മുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അടുത്ത വാക്യം നോക്കിയേ. അവരാകെ സ്തംഭിച്ചു പോയി, കണ്ണു തള്ളിപ്പോയി. തള്ളിക്കളഞ്ഞവരുടെ കണ്ണു തള്ളിപ്പോകുന്ന വിധത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഉയർത്താൻ ദൈവം ഇന്നും ശക്തനാണ്. ഈ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിച്ചത്. ഈ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ കരമുയർത്തുന്നത്. ഒന്നാം കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോ? കുറച്ചു നാളുകൾക്ക് മുമ്പ് തള്ളി ചതിച്ചവരാണ്. കിണറ്റിലിട്ടതാ, പൈസയ്ക്ക് വിറ്റു. ഇപ്പൊ തള്ളിക്കളഞ്ഞവർ നാണം കെട്ട് ലജ്ജിച്ച് തല താഴ്ത്തി ജോസഫിൻ്റെ മുമ്പിൽ നിൽക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നിങ്ങൾ ആരെയും ചതിച്ചേക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ആരെങ്കിലും ഒക്കെ ചതിച്ചിട്ടുണ്ടോ? നാളെ അവർ നിന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കും, ലജ്ജിച്ചു പോകും. അവർക്ക് അയ്യടാന്നായി പോവും. ഒരു കുഞ്ഞു ഉദാഹരണം പണ്ട് പറയുമായിരുന്നു. പണ്ട് ഞാൻ ധ്യാനമൊക്കെ തുടങ്ങിയ സമയത്ത് മനസ്സിലുണ്ട്. ഒരു വീട്ടിലെ അപ്പനും അവരുടെ 3-4 മക്കളും അവരുടെ സ്ഥലം വീതം വെക്കാൻ വന്നപ്പോഴേ, വീതം വെച്ച സമയത്ത് ഇവരെല്ലാം ഈ മക്കളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഒരുത്തനെ അങ്ങോട്ട് വല്ലാതെ തഴഞ്ഞു കളഞ്ഞു. അപ്പോൾ അപ്പൻ എപ്പോഴും ഇവന് ഇച്ചിരി കഴിവുകളുണ്ട്, മറ്റ് മക്കളുടെ അത്രയും വാക്കും നാക്കും കഴിവില്ല. കെട്ടിച്ചു വിട്ട പെങ്ങളും മകളും എല്ലാവരും സ്ഥലം വീതം വെക്കാറായപ്പോൾ ഭയങ്കരമായ സ്നേഹവും ബന്ധവും
ചങ്കായ സ്ഥലമെല്ലാം 3 പേരും കൂടെ അപ്പനെ സോപ്പിട്ട് കൈക്കലാക്കി. ഈ ഒരുത്തിന് മാത്രം സ്ഥലമൊക്കെ കൃത്യ അളവിലുണ്ടെങ്കിലും ഇച്ചിരി ഉള്ളാ കിട്ടിയത്. അങ്ങോട്ട് പോകാനൊരു വലിയ കാര്യമായ വഴിയില്ല. തൊട്ടിപ്പുറത്തൊരു മുസ്ലിമിൻ്റെ സ്ഥലവുമാണ്. അപ്പോൾ ഒരു ദിവസം ഇവൻ ആ പറമ്പിൽ നിൽക്കുമ്പം ഈ ഇപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമയായ മുസ്ലിമും അയാളുടെ ഒരു കൂട്ടുകാരനും കൂടെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സ്ഥലമൊക്കെ വീതം വെച്ച് നിൻ്റെയാണോ ഇത്? അപ്പോൾ ഈ മുസ്ലിം പറഞ്ഞു, നിന്നെ ചതിച്ചല്ലോടാ എല്ലാവരും കൂടെ കൂടി, നിന്നെ ചതിച്ചല്ലോടാ, ഇങ്ങനെ അല്ലല്ലോ ഇത്, നീതി അല്ലല്ലോ ഇത്. ഈ പുള്ളി ഈ വിഷമത്തിന് പോയി കുറച്ച് കള്ളൊക്കെ കുടിച്ച് അന്ന് പോയിട്ട് വിഷമം താങ്ങാനാകുന്നില്ല, കുറേ മദ്യമൊക്കെ അങ്ങ് എടുത്ത് കുടിച്ചു. പക്ഷേ ഇയാൾക്ക് സഹോദരന്മാരോടൊക്കെ പറയാനുള്ളൊരു കഴിവില്ല. ഇങ്ങനെ വിഷമം കയറുമ്പോൾ കുറച്ച് കള്ള് കുടിക്കുക, വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് കരയാനല്ലാതെ ഒരു നാക്കും വാക്കും കഴിവുമില്ല. മറ്റുള്ളവർക്കെല്ലാം നാക്കും നിൽക്കാനറിയാം, അഭിനയിക്കാനും അറിയാം, എല്ലാം മിടുക്കന്മാരാണ്. പുള്ളി ഇങ്ങനെ വലിയ വിഷമത്തിൽ പോകുമ്പോൾ പലരും കളിയാക്കി, നീ ചോദിക്കണം, പറയണം, ഇതെല്ലാം കാര്യം കഴിഞ്ഞു പോയി. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിമായ വ്യക്തി റബ്ബർ മുഴുവൻ മുറിച്ചു, വേറെ റബ്ബർ നടാൻ തീരുമാനിച്ചു. അപ്പോൾ റബ്ബർ വെക്കാൻ വേണ്ടി JCB കൊണ്ടുവന്ന് JCB കൊണ്ടാണ് പഴയ റബ്ബറിൻ്റെ കുറ്റി പറിച്ച് പാറ്റുവേറം വെട്ടി റബ്ബർ വെക്കാൻ തീരുമാനിക്കുക. അപ്പോൾ JCB ഓടിക്കുന്ന JCB ഡ്രൈവർ ഈ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമയായ മുസ്ലിമിനോട് പറഞ്ഞു, നമുക്ക് ഇതൊന്ന് കുഴിച്ചാലോ, ഇവിടെ ഒരു സ്ഥലം കുഴിച്ചാലോ? ഈ JCB ഡ്രൈവറിന് സംശയം മണ്ണിൻ്റെ അടി വെട്ടുകല്ലുണ്ടോയെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ മണ്ണ് മാന്തി നോക്കുമ്പോൾ വെട്ടുകല്ലുണ്ട്, നമുക്കൊരു ശകലം നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഇച്ചിരി കുഴിച്ചു നോക്കാം. അപ്പോൾ ഈ ഉടമയായ മനുഷ്യൻ പറഞ്ഞു, കുഴിക്ക്. അപ്പോൾ JCB റബ്ബറിൻ്റെ പാറ്റോർ എടുക്കാൻ വന്ന JCB ആണ്. അപ്പോൾ മണ്ണ് മാറ്റാൻ തീരുമാനിച്ച് കുഴിച്ച് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ വെട്ടുകല്ലുണ്ട് അടിയിൽ. ഇതിൻ്റെ അളവറിയത്തില്ല, അത് പിന്നെ റബ്ബർ വെക്കാൻ തീരുമാനിക്കുന്നില്ല. അതിങ്ങനെ ഇതിന് കല്ല് കണ്ടാൽ അറിയുന്നവരെ അവിടെ കൊണ്ടുവന്നു. കല്ല് കണ്ടാൽ അറിയുന്ന ഈ വെട്ടുകല്ലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നപ്പം ഇയാൾ പറഞ്ഞ്, വെട്ടുകല്ലുണ്ട് അടിയിൽ, നിങ്ങൾക്ക് മെച്ചം കിട്ടി, നല്ല ഇനം കല്ലാണ്, എന്തോ പേരൊക്കെ പറഞ്ഞു. ഈ കല്ല് ഇപ്പോൾ കയറിക്കിടക്കുന്നത് ഇവൻ്റെ പറമ്പിലോട്ടും കൂടിയാണ്. അപ്പോൾ ഉടനെ ഈ മുസ്ലിമായ വ്യക്തി അയാളെ വിളിച്ചു. ഏത് നീ സ്ഥലത്തിൽ ചതിവ് പറ്റിയവൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നിൻ്റെ പറമ്പിലും കല്ലുണ്ട്, എന്താ ആഗ്രഹം? ഞാൻ വഴി വെട്ടുന്നുണ്ട്, വേണമെങ്കിൽ നീയും അത് വേണേ നോക്കിക്കോ. അങ്ങനെയാണ് ആ പറമ്പിലേക്ക് വഴി വരുന്നത്. വെട്ടുകല്ല് കൊണ്ടാകാൻ വണ്ടി വരണം, അത് ആ പണിക്കാർ വേണം, മെഷീൻ വേണം. അത് അയാൾ പറയാണ്, സഹോദരന്മാരുടെ കണ്ണ് തള്ളിപ്പോയി. മുറ്റത്ത് മുഴുവൻ ഭയങ്കരമായ പൈസ ഉണ്ടാക്കി അതിലൂടെ, റബ്ബർ വെച്ചിട്ടല്ല, കല്ല് കൊത്തി വിറ്റിട്ട്. മണ്ണിൻ്റെ അടിയിൽ കിടന്ന കല്ല് ചേട്ടന്മാരും പെങ്ങളൊന്നും കണ്ടില്ല. ചിലതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി ദൈവം കണ്ടതാ. ദൈവം കണ്ടത് മണ്ണിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും. നാളുകളിൽ ദൈവം അതെന്നെ ഇങ്ങനെ കാണിക്കുമ്പോ പലരുടെയും കണ്ണിങ്ങനെ തള്ളി താഴെ പോകും. ചിലപ്പോൾ നമ്മൾ ചിലവരെ കണ്ണ് താഴെ പോടാ, താത്തി വെക്കുക. കണ്ണ് തള്ളിപ്പോകുന്ന വിധത്തിൽ നിന്നെയൊക്കെ കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റുന്ന വിശ്വസിക്കുന്നു. ഇതൊക്കെ ദൈവഗീതമാണെന്ന് തോന്നുന്നോ മനസ്സിൽ? ചുമ്മാ പറയുന്നൊരു വാക്കല്ല. ഈ വെട്ടുകല്ലിന് എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു, നല്ല ഇനം കല്ലിന് പറയുന്ന പേരാന്നാ പറഞ്ഞു. എല്ലാ കല്ലും നല്ലതല്ല, ചിലത് പൊടിഞ്ഞു പോകും, ചിലത് കട്ടിയുള്ളതാണ്. ഇത് നല്ല കല്ലാണ്. ഒരു JCB ഡ്രൈവറാണ് അതിന് കാരണമായ ഒരു JCB. നമുക്കറിയില്ലല്ലോ ഈ മണ്ണിൻ്റെ അടിയിൽ ഇത്ര അടിക്ക് കല്ലുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതിന് പെർമിഷൻ കിട്ടണം. സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ചതിച്ചവർ കണ്ണ് തള്ളിപ്പോകും, നിന്റെ ഉയർച്ച കണ്ട്, നിനക്ക് ദൈവം തരുന്ന നന്മ കണ്ട്. പൊട്ടക്കിണറ്റി കിടന്നവൻ ഇന്നിരിക്കുന്നത് ഭരണാധികാരിയുടെ കസേരയിലാണ്. എഴുതിയിരിക്കുന്ന മലയാളം എന്നാന്നറിയ വാക്ക്, ജോസഫിൻ്റെ സഹോദരന്മാർ സ്തംഭിച്ചു പോയി, അവർ കൈയിടാന്നായി പോയി. ഈ ജോസഫ് പറയാം, ഞാൻ ജോസഫ്
നിങ്ങൾ തള്ളിക്കളഞ്ഞ ജോസഫാണ് ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെയാണോ വേദനിപ്പിച്ചത് ഒരു കാരണവുമില്ലാതെ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെയാണോ ഒരു കാരണവും ഇല്ലാതെ തകർക്കാൻ നോക്കിയത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്റെ കൊച്ചിൻ്റെ കല്യാണമാണോ ഒരു കാരണവും ഇല്ലാതെ അവർ മുടക്കിയത്? അവർ ലജ്ജിക്കാനിട വരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ സ്ഥലത്തെ കച്ചവടമാണോ ഒരു തെറ്റും ചെയ്യാതെ ഒരു ദോഷവും ചെയ്യാതെ മുടക്കിക്കളഞ്ഞത്? നാളെ അവർ ലജ്ജിക്കും. കാരണം എന്നറിയാമോ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. നീ തകർന്നു പോകാൻ, എവിടെയെങ്കിലും നശിച്ചു പോകാൻ മനുഷ്യനൊക്കെ അങ്ങനെ പദ്ധതി ഇട്ടാലും ദൈവം അതൊരിക്കലും ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. തള്ളിക്കളഞ്ഞവരുടെ കണ്ണ് തള്ളിപ്പോകും. അതുപോലെ വെയിറ്റ് ചെയ്യണം. ഇച്ചിരി സമയമൊക്കെ കഴിയണം, ഇച്ചിരി സമയം കൊടുക്കണം അതിന്. എടുത്തു ചാടി എവിടെ അനുഗ്രഹം എവിടെ, അത് ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. ചതിച്ചവർ നിന്നെ നോക്കി അത്ഭുതപ്പെടും. നീ എങ്ങനെ ഇത്രമേൽ. ഇതിന് ശേഷമുണ്ടല്ലോ സഹോദരന്മാർക്കെല്ലാം ഇങ്ങനെ അയ്യടാന്നായിപ്പോയി. നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നാളുകളിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും രക്ഷപ്പെടത്തില്ല കേട്ടോ, ഇതൊന്നും പഠിക്കുകയില്ല, ഒന്നിനും വിവരവും ഇല്ല, ഒന്നിനും കാണാനും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇപ്പം അവരെ പഠിപ്പിച്ച് രക്ഷപ്പെടുന്ന കാണാമെന്ന് പറഞ്ഞവരുണ്ട്. നീ വീട് വെക്കുന്നത് കാണട്ടെ പറഞ്ഞവരുണ്ട്. അവരൊക്കെ പറയട്ടെ, നീ അതൊക്കെയാ ജീവിതം. അവരൊക്കെ പറയട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്നു, ഇതൊക്കെ കാണും കേൾക്കും, ഇതൊക്കെയാ ജീവിതവും, ഇതൊക്കെ തന്നെ, ഇതിൻ്റെ പേരൊക്കെയാ ജീവിതം. പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ നോക്കി നാളുകളിൽ പലരും ചിന്തിക്കൂ, ആ കൊച്ചെങ്ങനെയാ രക്ഷപ്പെട്ടെ, അവർക്കെങ്ങനെയാ ആ ജോലി കിട്ടിയേ, അവരെങ്ങനെയാ അത്രയും നല്ലൊരു ബന്ധം അവർക്കുണ്ടായത്. വിമർശിച്ച, കളിയാക്കിയ പലരുടെയും മുമ്പിൽ നീ ഒരു അത്ഭുതമാകുന്ന കാലം മുമ്പിലുണ്ടെന്ന് കൂട്ടിക്കോ. ഈ ജോസഫ് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെന്ന് എങ്ങനെ അറിഞ്ഞെന്നറിയാമോ? 4-ാമത്തെ വാക്യം ജോസഫ് പറയുക സഹോദരന്മാരോട്, വാളെടുത്ത് വെട്ടാൻ നീയൊക്കെ എന്നാ പരിപാടിയാടാ എനിക്കെതിരെ കാണിച്ചത്? നിനക്കിട്ടൊക്കെ നല്ല 8ന്റെ പണി തരാൻ അറിയില്ലാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാന്നൊന്നും അല്ല പുള്ളി പറഞ്ഞ്. നമ്മളാണെ പറയില്ലേ, നിനക്കിട്ടൊക്കെ നല്ല പണി തരാനുള്ള കഴിവെന്ന് എനിക്കുണ്ട്, വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനൊന്നും ജോസഫ് പറഞ്ഞില്ല. നമ്മളാണ് സാധാരണ മനുഷ്യൻ, നമ്മൾ പറയും, ഇങ്ങനെയൊക്കെ പറയും. ജോസഫ് എന്നാ പറഞ്ഞെന്ന് വായിച്ചേ, 45-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവൻ അവരോട്, എന്റെ അടുത്തേക്ക് വരിക. ജോസഫ് കിണറ്റിലിട്ട സഹോദരന്മാർ സാരമാക്കണം, നിങ്ങൾ ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ടോ അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ്. നമ്മളൊക്കെ ഒരു ചോരയാടോ, നമ്മളൊക്കെ ഒരു ചോരയാ, ഇങ്ങോട്ട് അടുത്തു വാ. നിങ്ങൾ എന്നെ പണ്ട് തള്ളിക്കളഞ്ഞ ആളാണ്, ജോസഫാണ് ഞാൻ. എന്നിട്ടോ അടുത്ത വാക്യം നോക്ക്, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. നിങ്ങൾ അയ്യടായെന്നായി പോയി വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ അന്ന് സംഭവിച്ച കാര്യം, അതൊക്കെ പോട്ടെ. കാരണം റീസൺ, ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതാണ് ആ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ തെളിവാത്. ജോസഫ് പറയുക, ചില സങ്കടങ്ങളെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇത് ദൈവത്തിൻ്റെ എന്തോ ഒരു നന്മ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, എന്തോ നന്മയ്ക്കാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങളെന്നെ തള്ളിക്കളഞ്ഞു, നിങ്ങളെന്നെ ഉപദ്രവിച്ചു, നിങ്ങളെന്നെ ഉപേക്ഷിച്ചു, ഇതൊന്നും ഓർത്ത് നിങ്ങൾ അയ്യടാന്നും പറഞ്ഞിരിക്കണ്ട, ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇത് ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത്. അതിന്റെ പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. ഇതാ പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ജോസഫിനെ എന്തൊക്കെ നോക്കിയിട്ടും തകർക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, തള്ളിക്കളഞ്ഞവരുടെ കണ്ണ് എന്താ ഞെട്ടിയിരിക്കുകയാണ്. ഇന്ന് അയ്യടാന്നായി പോയി. കണ്ണ് തള്ളുന്ന വിധത്തിൽ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും എടുത്തു പറയത്തക്ക ചില സാക്ഷ്യങ്ങൾ ഉണ്ടാകും. ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? ഈ വചനം വെച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഞാനൊരു വാക്ക് പറയുന്നത് നിങ്ങൾ കേൾക്കുമോ? ചെന്ന് കാണേണ്ടവർ ചിലപ്പോൾ വന്നു കാണേണ്ട അവസ്ഥ വരും കേട്ടോ. നാളുകളിൽ ചെന്ന് കണ്ടാൽ പോലും ചിലരെ ഒന്നും കാണാൻ പറ്റത്തില്ല. തിരക്കാണ്, ബിസിയാണെന്നൊക്കെ പറഞ്ഞു കളയും. എന്നാൽ ചെന്ന് കണ്ടാൽ പോലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ
ചിലപ്പോൾ നാളുകളിൽ നിന്നെ വന്നു കണ്ടുവെന്നിരിക്കും. ചെന്നു കാണേണ്ടവർ വന്നു കാണേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? അങ്ങനെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിന്റെ മേൽ വരുന്ന ചില നന്മകളെ കണ്ട് അനേകർ അത്ഭുതപ്പെടാൻ ഇടവരും. പ്രാർത്ഥിക്കുന്ന നീ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിനക്ക് നല്ലൊരു കാലമുണ്ടെന്ന് കേട്ടെ. നല്ലൊരു കാലമുണ്ട്, നന്മയുള്ളൊരു കാലമുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണ് തള്ളിക്കളഞ്ഞവർ, നിന്നെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ചതിവ് പറ്റിയിട്ടുണ്ടോ? കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിക്കുവാണോ ചെയ്തത്? കാലം കണക്ക് ചോദിക്കും. ആരെയും ചതിക്കരുത്. ദൈവസന്നിധിയിൽ ചില കണക്കുകളുണ്ട്. കാലം ചിലപ്പോൾ കണക്ക് ചോദിക്കും. അത് ചിലപ്പോൾ തീവ്രവേദന പോലുമായി മാറും. കാലം കണക്ക് ചോദിക്കുമ്പോൾ അത് തീവ്രവേദനയിൽ മുഴുങ്ങിപ്പോകും. കാലം കണക്ക് ചോദിക്കുന്നത് ചിരിച്ചുകൊണ്ടല്ല, അത് തീവ്രമായ വേദന തന്നോണ്ടായിരിക്കും. എല്ലാത്തിനും കണക്കുണ്ട് കുഞ്ഞ്. ആരെയും ചതിച്ചേക്കരുത് കേട്ടോ, ആരെയും ചതിച്ചേക്കരുത് കേട്ടോ. വലിയ ഭക്തനൊന്നും ആകാൻ കഴിഞ്ഞില്ലേലും ആരെയും ചതിക്കരുത്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാനുള്ള വാക്കുകൾ തരണേന്ന്. ചിരി പോലും ഒരാളെ വേദനിപ്പിക്കുന്നതാകരുത്. നോട്ടം കൊണ്ട് പലർക്കും വേദനിപ്പിക്കാൻ അറിയാം, ചിരിച്ചുകൊണ്ട് കൊല്ലാൻ അറിയാം, വാക്കുകൾ കൊണ്ട് കുത്താൻ അറിയാം. ഇതൊന്നും ഒരു കോളേജിൽ പോയി പഠിക്കണ്ട. അല്ലാതെ തന്നെ ചിലർക്കൊക്കെ ഇത് കാണാപ്പാടമാണ്. ഇതൊക്കെ ചിലരുടെ ബ്ലഡിന്റെ ഭാഗമാണ്. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും ചതിക്കരുത്. അതിനൊക്കെ കണക്കുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒറ്റക്കാലെ നിന്ന് ഒരു വർഷം തപസ് ചെയ്താലും കുഞ്ഞെ ഒരു തരിയോളം അനുഗ്രഹം നിന്റെ മേൽ പെയ്യത്തില്ല. ചതിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് രാപകൽ ഒരു കാലേ നിന്ന് തപസ് ചെയ്താലും ഒരു തരിയോളം അനുഗ്രഹം മഴ പോലെ പെയ്തു എന്ന് വരില്ല. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ജോസഫിനെ ചതിച്ചില്ലേ? ഇവിടെയും നിങ്ങളുടെ ജീവിതം തകർത്തവർ, ചതിച്ചവർ, പാരവച്ചവർ, ഇല്ലാവചനം പറഞ്ഞവർ, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് തകർത്തവർ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നു നിന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ മക്കൾ വഴി തെറ്റി പോകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ ജീവിതം തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ കാണുന്നില്ലേലും ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ കാണുന്നില്ലേലും ദൈവത്തിന്റെ കരങ്ങൾ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഒരു ദൈവം നിന്നെ രക്ഷിക്കാൻ, ഒരു ദൈവം അടുത്തു നിൽക്കുന്നത് നിനക്ക് വിശ്വാസത്തിൽ സെൻസ് ചെയ്യാൻ കഴിയുന്നു, അനുഭവിക്കാൻ കഴിയുന്നു, ഫീൽ ചെയ്യുന്നു. ഇതൊരു ദൈവഹിതമാണെന്ന് ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നീ തകർന്നിടുവാ. അർത്ഥമറിഞ്ഞു പാടാമോ? നോക്കി നിന്നോരെല്ലാം, അതാണ് ഇപ്പൊ പറഞ്ഞത്. കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. ഇത് കാണാൻ പറ്റുമ്പോഴാ സാക്ഷ്യമാകുന്നത്. നീ തകർന്നിടുവാ. അധരം തുറന്നൊന്ന് പറഞ്ഞേ, അധരം തുറന്ന് പാടിക്കേ. നോക്കി നിന്നോരെല്ലാം, കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പാട്ട് നിങ്ങൾ കേട്ടോ? ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ രസമുണ്ട്. അതിനകത്ത് 2 വരിയാണ്. യഹോവ നിനക്ക് വേണ്ടി കരുതുന്നത് നീ പോലും അറിയാതാന്ന്. നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പല ദുരന്തങ്ങളും മാറിപ്പോയത്. അറിയോ? നമ്മൾ അറിഞ്ഞിട്ടില്ല ജീവിതത്തിൽ വരേണ്ട പല തകർച്ചകളെയും ദൈവം നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതാ പാടിയത്, യഹോവ നിനക്ക് വേണ്ടി കരുതുന്നത് നീ പോലും അറിഞ്ഞിട്ടില്ല. നിനക്ക് വിശ്വാസത്തിൽ അനുഭവിക്കാൻ കഴിയുന്നോ? രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം അടുത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞേ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ഒന്ന് പറഞ്ഞ എല്ലാവരും, യഹോവ നിനക്കായി
കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും നീ തകർന്നിടുവാ. പാടാമോ? നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ നീ തകർന്നിടുവാ. നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. ശബ്ദമുയർത്തി പറഞ്ഞു, യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ആമേൻ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ താഴ്ത്താമോ? ഇതൊക്കെ വലിയ അഭിഷേകമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇതൊക്കെ വലിയൊരു ബോധ്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ ഉപകാരപ്പെടൂന്ന് ഉറപ്പാണ്. ഒരു വാക്കുണ്ട് മലയാളത്തിൽ, പ്രതികാരം. വേറൊരു വാക്ക് കൂടിയുണ്ട്, മധുരപ്രതികാരം. അത് നല്ല വാക്കാണ്. പ്രതികാരം അത് വേണ്ട, പക്ഷെ മധുരപ്രതികാരമുണ്ട്. എന്താ മധുരപ്രതികാരം എന്നറിയാവോ? നീ ജീവിക്കില്ല, നീ രക്ഷപ്പെടില്ല, നിനക്കൊരു നല്ല ഭാവിയില്ല, നിന്റെ കല്യാണവും നടക്കത്തില്ല, നിനക്ക് ദോഷമുണ്ട്, നിനക്ക് ഭാഗ്യക്കേടാ, നീ ശരിയല്ല. ആ പറഞ്ഞവരുടെ മുമ്പിൽ ജീവിച്ച് വിജയിച്ച് തെളിയിക്കുന്നതിൻ്റെ പേരാണ് മധുരപ്രതികാരം. അത് മധുരമുള്ളതാണ്. പറഞ്ഞ് നീ താഴ്ത്തിക്കെട്ടിയവരുടെ മുമ്പിൽ നല്ല അന്തസ്സോടെ ജീവിക്കുന്നത്. പറഞ്ഞാൽ പോരാ, ഊഹിച്ചാ പോരാ, തെളിയിക്കണം, ജീവിച്ച് തെളിയിക്കണം. ഇവിടെ ഇരിക്കുന്ന പലരും അയ്യോ സാമ്പത്തികമില്ല, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ പോകും? അവർക്കൊക്കെ കൊട്ടപ്പെടി സമ്പത്തുണ്ടല്ലോ. സർവസമ്പത്തിൻ്റെ ഉടമയായ ദൈവം നിനക്കുണ്ടെങ്കിൽ നീ ചുമ്മാതെ ജീവിക്കൂന്നല്ല, നീ വിജയിച്ചു ജീവിക്കും. അതൊരു ആത്മാഭിമാനമുള്ള ബോധ്യമാ, അന്തസ്സുള്ള തീരുമാനമാ. ഓ ഇങ്ങനെയൊക്കെ ആയി പോകത്തേ ഉള്ളൂ, ഈ ഏജ് ഇത്രയായി, വയസ്സ് ഇത്രയായി, മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങി, ഇനി എന്താ? അങ്ങനെ ചിന്തിക്കല്ല്. ഇനിയുമുണ്ട് നിനക്ക് മുമ്പിൽ ഇഷ്ടം പോലെ സമയം. ഒത്തിരി കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട്. അത് ദൈവം നിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നിനക്കുള്ള നിയോഗമാണ്. പ്രതികാരം ഒന്നും ആരോടും ചെയ്യണ്ട. വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, അതല്ല പറഞ്ഞത്. പിന്നെയോ ആരെയും തോപ്പിക്കാനല്ല, ജയിക്കാൻ. മധുരപ്രതികാരം. നല്ലതായിട്ട് ജീവിക്കണം, നല്ല ജോലി മേടിച്ചെടുക്കണം, നല്ല രാജ്യങ്ങളിൽ പോകണം, ഈ ഭാഷ പഠിച്ചെടുക്കണം, ഈ ജോലി നേടിയെടുക്കണം, ഈ വീട് പണിയണം, ഈ വണ്ടി മേടിക്കണം. അതൊക്കെ ഉള്ളിലെ ഒരു തീരുമാനം. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്കതൊക്കെ പറ്റും. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ കൊണ്ടാ ദൈവം അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എല്ലാരെ കൊണ്ടും ദൈവം ഒന്നും എല്ലാം ചെയ്യിപ്പിക്കത്തില്ലെന്നേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കൊണ്ടേ ദൈവം അത് ചെയ്യിപ്പിക്കുള്ളൂ. നമ്മളങ്ങനെയല്ലേ? എല്ലാരെ കൊണ്ടും ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കത്തില്ല. അതിന് നിയോഗം കിട്ടിയവരുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ കൊണ്ടായിരിക്കും നിന്റെ വീടിനെ നാളുകളിൽ അനുഗ്രഹിക്കുന്നത്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന നിന്നെ കൊണ്ടായിരിക്കും നാളെ നിന്റെ വീടിന്റെ യശസ് ഉയർത്തുന്നത്. നാളെ തള്ളിക്കളഞ്ഞ നിന്റെ പേരിലായിരിക്കും ആ വീട് പോലും അറിയപ്പെടുന്നത്. തള്ളിക്കളഞ്ഞവരുടെ കണ്ണ് തള്ളിപ്പോകും. കുറച്ച് കാലം വെയിറ്റ് ചെയ്യണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് അതിനുള്ള ഭാഗ്യമൊക്കെ വരുമെന്നേ. ഞാൻ ബൈബിളിലൂടെയാണ് പറഞ്ഞത്. ഞാൻ മുമ്പേ ഒരു വാക്ക് പറഞ്ഞത് മറക്കല്ല്. നമ്മളെ ഒഴിവാക്കി പോയവരുണ്ടല്ലോ, സമ്മാനമായിട്ട് വന്ന് കാണും. നമ്മളെ ഒഴിവാക്കി പോകത്തില്ലേ? ഇവനെ കൊണ്ടൊന്നും കഴിവില്ല, ഇവൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, ഇവനൊരു കഴകത്തില്ലെന്നൊക്കെ പറഞ്ഞ് പോയവരില്ലേ? പല കാരണങ്ങൾ പറഞ്ഞ് സമ്മാനങ്ങളുമായി വന്ന് കാണും. ചെന്ന് കാണേണ്ടവർ വന്ന് കാണും. മറക്കുമോ വാക്ക്? ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്തായിരിക്കും, കാസർഗോഡായിരിക്കും, കൊച്ചിക്കായിരിക്കും പോണത്, എവിടെയും ആയിക്കൊള്ളട്ടെ, ഇവിടെ അടുത്തായിരിക്കും. മറക്കല്ലേ, ഈ വാക്ക് കൊണ്ടുപോക്കോ. ചെന്ന് കാണേണ്ടവർ
വീട്ടിൽ വന്ന് കാണും. ചുമ്മാതല്ല, സമ്മാനമൊക്കെ ആയിട്ട് വന്ന് കളയും. നല്ല ബർത്ത്ഡേക്ക് വരുന്നവരൊക്കെ വന്ന് കളയും. നാളെ പണ്ട് നമ്മളെ ചിരിച്ച് പരിഹസിച്ചവരൊക്കെ കേക്കൊക്കെ മേടിച്ച് നമ്മുടെ വീട്ടിൽ വരും. എന്നാ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, കുറേ വിളിച്ചു കിട്ടിയില്ല. പണ്ട് വിളിച്ചാൽ പോലും എടുക്കൂലായിരുന്നു. വന്ന് കാണും, ചെന്ന് കാണേണ്ടവർ വന്ന് കാണും. ബൈബിളിലുണ്ട്, ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം 10 മുതലുള്ള വാക്യം വായിക്കുക. ചെന്ന് കാണേണ്ടവർ വന്ന് കാണും. ചിലപ്പോൾ നമ്മളെ വലിയ ബഹുമാനത്തോട് നമ്മൾ പോലും ചിന്തിക്കുക, എന്തോ ഒരു ബഹുമാനമായി ഇവർക്കൊക്കെ, എന്തു പറ്റിയാവോ. ചെന്ന് കാണേണ്ടവർ വന്ന് കാണും. വീട്ടിൽ വരും. പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ജോബിനെ കുറിച്ച് ആരെന്നറിയോ? ഭാര്യ പോലും പറഞ്ഞു, നിങ്ങൾ പോയി ചാക്, ദേഹത്ത് മുഴുവൻ ചൊറിയും ചരങ്ങമാണ്, ചാരത്തിലിരിക്കാത്ത മനുഷ്യ, പോയി ആത്മഹത്യ. ആരാ പറഞ്ഞത്? അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ അല്ല, ഭാര്യ പോലും പറഞ്ഞു. ഭാര്യ പോലും എതിരായ ആളുടെ ജോബ്, കൂടെ നിൽക്കേണ്ട ആൾ പോലും അപ്പുറത്തുനിന്ന് കുറ്റം പറയുക. എല്ലാവരും പോയി. പക്ഷെ 10-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചത് കേൾക്കണം, ശ്രദ്ധിച്ച് ഉറക്കെ വായിക്കണേ. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം മാനിക്കും. ആമേൻ. ചിലർക്ക് പൊട്ടച്ചിന്തയുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാളുടെ ദോഷമല്ല എൻ്റെ മേത്ത് വരുമെന്ന്. ആരോ പറഞ്ഞു എന്ന്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് കുറേ കൂടെ കൂടുതൽ കിട്ടും. ആമേൻ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനെ ദൈവം മാനിക്കും. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ എന്നെ ദൈവം നിർത്തിയിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹം ഒരല്പം കൂടുതൽ എനിക്കുള്ളത്. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം മാനിക്കും. മറക്കരുത്, ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. പ്രാർത്ഥിച്ചവന് ദൈവം ഐശ്വര്യം കൊടുത്തു. ആമേൻ. പ്രാർത്ഥിക്കുന്നെന്നും പറഞ്ഞ് കളിയാക്കി ഒഴിവാക്കാൻ വരട്ടെ, അവന് ദൈവം നാളുകളിൽ ഒരു വലിയ ഐശ്വര്യം കൊടുക്കും. ആമേൻ. ഐശ്വര്യം കൊടുക്കുന്ന ഒരു സമയമുണ്ട്, ഐശ്വര്യം കൊടുക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിനക്ക്, നിങ്ങളുടെ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ചിലപ്പോൾ അവർ നമ്മളെക്കാൾ പ്രയാസത്തിലാണ്. കാര്യം നമ്മൾ നോക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടെങ്കിലും പലരും ദുഃഖം അകത്ത് ഒളിപ്പിച്ചു വച്ച് ചിരിക്കുന്നവരാ. നമ്മളിരിക്കുമ്പോൾ ഇപ്പുറത്തെ ആൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുക, നമ്മളെയൊക്കെ ചിരിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് പുള്ളി ഏതോ വലിയ ടീമാന്ന്. അല്ല, ദുഃഖം ഒളിപ്പിച്ച് ചിരിച്ചതാണ്. ദുഃഖം അകത്ത് ഒളിപ്പിച്ചു വെക്കും, ആരും കാണാതെ. എന്നിട്ടോ ചിരിച്ച് സാധാരണ പോലെ നടക്കും. പല മനുഷ്യരും അങ്ങനെയാ, ദുഃഖം ഒളിപ്പിച്ച് ചിരിച്ച് നടക്കുന്നവരാണ്. നമ്മളറിയുന്ന എത്ര പേര് അങ്ങനെയാ. കാണുമ്പോൾ എന്താ ചിരി, എന്താ വർത്താനം, സുഖമാണെന്നൊക്കെ ചോദിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത് സംസാരിച്ചാൽ കരയാൻ തുടങ്ങും. ദുഃഖമകത്ത് ഒളിപ്പിച്ചു വെച്ച് കരയുന്നവരുണ്ട്. ചെന്ന് കാണേണ്ടവർ വന്ന് കാണും, സമ്മാനമായിട്ട് വരും. അടുത്ത വാക്യം വായിച്ചേ, 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിച്ചോ. അവന്റെ സഹോദരന്മാരും, ജോബിന്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും ദേണ്ട കിടക്കുന്നു. മുണ്ട് പരിചയപ്പെട്ടവർ വരെ അവന്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അയ്യോ, ഇതൊക്കെ പണ്ട് ഇവരെല്ലാം ഇറങ്ങിപ്പോയതാ. സഹോദരന്മാരും സഹോദരിമാരും ചൊറിയും ചരങ്ങും സാമ്പത്തിക നഷ്ടവും വന്നപ്പം എല്ലാവരും പോയതാ. ഭാര്യ പോലും പറഞ്ഞു പോയി ചാകെന്ന് പറഞ്ഞതാ. ഒരാളും കൂടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഐശ്വര്യം തിരിച്ചു വന്നപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ മുൻപരിചയക്കാർ വരെ വന്നു. ഭയങ്കര സംഭവമാണത്. ഇപ്പം പരിചയപ്പെട്ടവരല്ല, പണ്ട് പരിചയപ്പെട്ടവർ വരെ വന്നു വരുമോ, ഭക്ഷണം നമുക്ക് ഒരുമിച്ചിരിക്കുക, ജോബ ഇരിക്കുന്നേ. ഭയങ്കര സംഭവമായി. പണ്ട് നിങ്ങളെ വിട്ടകന്നു പോയവരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊന്ന് വീട്ടിലോട്ട് വരട്ടെ, അവിടെ ഉണ്ടോന്നൊക്കെ ചോദിക്കും. നമ്മളോടൊത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കും. അടുത്ത വാക്ക് എന്നെ അതിശയപ്പെടുത്ത വാക്കാണ്, കർത്താവ് അവന്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അടുത്ത വാക്യം നോക്കിയോ, അവർ ഓരോരുത്തരും, ഈ വന്നവരൊക്കെ ഓരോ കേക്കൊക്കെ മേടിച്ചോണ്ടാ വന്നേ, അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ്ണമോതിരവും അവന് സമ്മാനിച്ചു. വന്നവരൊക്കെ ഓരോ കവറൊക്കെ ആയിട്ടാ വന്നേ, സമ്മാനമായിട്ട് വന്നിരിക്കുന്നു. പലരും ജോബിനെ വിട്ട് ആരും ഒറ്റയ്ക്ക് ചാരത്തിലിരുന്നോനാ, ഒറ്റ
ഒറ്റയ്ക്കായി പോയാലും, ചാരത്തിലിരിക്കേണ്ട ഗതികേട് ഒരു കാലത്ത് വന്നാലും, ഒന്നുമില്ലാതായാലും, നാളുകളിൽ നിന്റെ അടുത്ത് സമ്മാനങ്ങളുമായി വന്നു കാണും ചിലർ. ഇവിടെ എഴുതിയിരിക്കുക, ജോബിന്റെ അടുത്ത് സ്വർണ്ണമോതിരവും പണവും ഓരോ കവറൊക്കെ ആയിട്ട് ആളുകൾ സമ്മാനമായിട്ട് മുൻപരിചയക്കാർ വരെ വന്നിരിക്കുക. ഇപ്പം ചിലരൊക്കെ അത്ഭുതത്തോടെ, അതാ പറഞ്ഞത്, പണ്ട് അവഗണിച്ചവരുടെ കണ്ണ് തള്ളുന്ന വിധത്തിൽ നിന്നെ അനുഗ്രഹിച്ചു ദൈവം ഉയർത്തും. നിന്റെ ബർത്ത്ഡേക്കൊക്കെ ആളുകൾ സമ്മാനമായിട്ട് വരുന്ന പോലെ നിനക്കൊരു ഐശ്വര്യം വരുമോ ഉണ്ടല്ലോ, ആളുകൾ സമ്മാനമായിട്ടൊക്കെ വന്നു കളയും. എന്നിട്ട് നമ്മളോട് പറയും, അതൊക്കെ പഴയകാലമല്ലേ, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ടെന്നേ, അതൊക്കെ പഴയകാലമാണെന്നൊക്കെ പറയാൻ എളുപ്പമാ. പഴയകാലമാണെന്ന് പറയാൻ വരട്ടെ, പഴയകാലമായാലും കരഞ്ഞ ഒരുപാട് നിമിഷങ്ങളില്ലേ, അതൊക്കെ നീ അത്ഭുതത്തോടെ ഓർക്കും. നിനക്കുള്ള ഐശ്വര്യം തിരിച്ചു തരും കുഞ്ഞെ, നിനക്കുള്ള ഐശ്വര്യം ദൈവം തിരിച്ചു തരും. നിനക്ക് നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു തരും. നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. ആളുകൾ കണ്ണുമിഴിക്കും നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഐശ്വര്യത്തെ കണ്ട്, ഉയർച്ചയെ കണ്ട്, നന്മയെ കണ്ട് പലരും അത്ഭുതപ്പെടും. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ ഉയർന്ന്, ആ ഇരിക്കുന്ന കസേരയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്കുള്ള ഐശ്വര്യത്തെ തിരിച്ചു തരണമേ, എനിക്കും ഇതുപോലുള്ള ചില നന്മകളെ തിരിച്ചു മടക്കി തരണമേ. പ്രാർത്ഥിച്ചേ. ചിലർ നിങ്ങളെ തള്ളിക്കളഞ്ഞവർ കണ്ണുമിഴിക്കത്തക്ക വിധം അനുഗ്രഹത്തെ നിങ്ങൾക്ക് തരും. അത്ഭുതപ്പെടും പലരും. ചെന്നു കാണേണ്ടവരുണ്ടല്ലോ, പലരും നിങ്ങളെ വന്ന് കാണും, വന്ന് ചോദിക്കും അവിടെ ഉണ്ടോ, ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് മിണ്ടാൻ പറ്റുമോ. സമ്മാനങ്ങളുമായി വരുന്നൊരു കാലമുണ്ട്. നിന്നെ അവഗണിച്ചവർ പരിഗണിക്കുന്ന ഒരു കാലമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ രക്ഷപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഉയരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് നല്ലൊരു ഭാവി ദൈവം തരും. ആ ഉയർത്തിയ കരങ്ങളോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യഹോവ നിനക്ക് വേണ്ടി കരുതുന്നത് നീ പോലും അറിയുന്നില്ല. യഹോവ നിനക്ക് വേണ്ടി കരുതുന്നത് നീ പോലും അറിയാതെയാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി ആമേൻ. ഒന്നും കൂടെ പാടുവാണ്. യഹോവ നിനക്കായി കരുതിയ വഴികൾ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, നീ പോലും അറിയാതെന്നും. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ യഹോവ കരുതുന്നു. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. നീ തകർന്നീടും. ശബ്ദമുയർത്തി എല്ലാവരും പാടാമോ? നോക്കി അല്പശബ്ദമുയർത്തി പറഞ്ഞു. കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ, നീ തകർന്നിടുവാ നോക്കി നിന്നോരല്ല. കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ, യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും എന്ന് പറഞ്ഞേ ആമേൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടത് മറക്കുമോ? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് ചതിയിലൂടെ ഉണ്ടായ വിഷമമുണ്ട്, മറക്കാൻ പറ്റുന്നില്ല. ഒരു മൈക്ക് റബ്ബറായി ദിവസം. ഈ കേട്ട പാട്ടും ഈ പ്രാർത്ഥനയൊക്കെ ഒരു മൈക്ക് റബ്ബർ പോലെയാണ്. ചിലതൊക്കെ അങ്ങ് മായ്ച്ച് കളഞ്ഞേരെ. തെളിഞ്ഞ മനസ്സോടെ നമുക്ക് ഇവിടുന്ന് പോകണം. ഒന്നും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുവാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും, കുറേ പ്രാർത്ഥന മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. ആരെയും വേദനിപ്പിക്കാത്ത വാക്കുകളും ആരെയും വേദനിപ്പിക്കാതെ ഒന്ന് ചിരിക്കാനും ഒരു നല്ല കഴിവ് തരണേന്ന് എപ്പോഴേലുമൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിരിയും പലർക്കും വിഷമമാണ്. നമ്മൾക്കൊന്നും അയാൾ നമ്മളെ ഓർത്ത് കളിയാക്കി ആ ചിരിച്ച്, ഓ കത്തി കൊണ്ട് കുത്തിയിട്ടൊന്നുമില്ല, നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ചിരി കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കരുത്. ഞാനൊരു കാര്യം പറയാം. കാറും വലിയ വീടും കുറേ കാശ് ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും ശ്രമിച്ചാൽ. കാറും വലിയ വീടും കുറേ കാശും പലർക്കും ഉണ്ട്. വലിയ വീടുണ്ട്, കാറുണ്ട്, കാശുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഡോക്ടറേറ്റ് ഉണ്ട്, വലിയ വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ
ഒരു 4 വാക്ക് പറയാൻ പഠിച്ചിട്ടില്ല. ആൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥനയാണ്, ശാലോൺ ടി വിയാണ് ഫുൾ ടൈം വീട്ടിൽ. പക്ഷേ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് 40 വാക്കൊന്നും വേണ്ടെന്നേ. ഇതെത്രയാ? 4 എണ്ണം. എങ്ങനെയുണ്ട്? സന്തോഷമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നോ? നന്നായി പോകുന്നല്ലോ അല്ലേ? 4 വാക്ക് മതിയെന്നേ. ഒരു മനുഷ്യൻ തകർന്നു പോകാതിരിക്കാൻ 4 വാക്കൊക്കെ മതി. 1 വാക്ക് മതി. കാറ് മേടിച്ചു. ചിലർക്ക് വലിയ വീട്, കാറും കാശും ഒക്കെ ഉണ്ട്. പക്ഷെ വീട്ടിലെ ചിലർ പറയുക, ഈ മനുഷ്യന് ഒരു സ്നേഹവും ഇല്ല. എന്തിനാച്ചോ കുറേ വീട്? നമ്മളിൽ നിന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ള 4 വാക്ക്. എല്ലാവരോടും പറയേണ്ടെന്നേ. നിങ്ങളുടെ ചില പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളോട്, പ്രിയപ്പെട്ടവരോട് 40 വാക്ക് പറയാനുള്ള കഴിവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. അത് ഇച്ചിരി പാടായിരിക്കും. 4 വാക്ക്. ഒന്ന് കണ്ണുകളടച്ച്, കർത്താവെ, ഞങ്ങൾക്ക് സ്നേഹത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല 4 വാക്ക് പറയാൻ. ഈ നല്ല 4 വാക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എത്ര കുടുംബം തകർന്നു എന്നറിയാവോ? എത്ര പേര് വിഷമിക്കുന്നുണ്ടെന്നറിയാവോ? ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, ഡ്രസ്സുണ്ട്, എന്തും മേടിച്ചു കൊടുക്കും. സ്നേഹമുള്ള 4 വാക്ക് മാത്രമില്ല. പഠിച്ച് ഡിഗ്രിയുടെ അപ്പുറത്ത് ഡിഗ്രി ഉണ്ട്, ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട്, ബിരുദാനന്തര ബിരുദം, PhD എല്ലാം ഉണ്ട്. പക്ഷെ 4 നല്ല വാക്ക് പറയാൻ പഠിച്ചിട്ടില്ല. എല്ലാത്തിനും കുറ്റമാണ്, എല്ലാത്തിനും കുറവാണ്. ചിലർ പറയില്ലേ, എന്തൊരു മൂരാച്ചി സ്വഭാവമാണിത്. നമ്മൾ പറയുന്നൊരു വാക്കാണ്, എന്തൊരു മൂരാച്ചി സ്വഭാവമാണ് ആ പുള്ളിയുടേത്. മൂരാച്ചി സ്വഭാവം. നല്ല 4 വാക്ക് പറഞ്ഞാൽ ആ സ്വഭാവം മാറും. ഏത് സ്വഭാവമാണ്? നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മൂരാച്ചി സ്വഭാവം. ചിലരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നു ആ വാക്ക് പറഞ്ഞു. ചിലപ്പോൾ എന്നെ ഓർത്തവരുണ്ട്. നല്ല 4 വാക്ക് പറയാൻ പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച്, കർത്താവ് എനിക്ക് 40 വാക്കൊന്നും നല്ല വാക്ക് തന്നി. 4 അതൊരു അഭിഷേകമാണ്, അതൊരാത്മീയതയാ. നല്ല 4 വാക്ക് പറയുന്ന ഒരാളെ നമുക്ക് എന്നാ ഇഷ്ടമാണെന്നറിയാമോ? നല്ല 4 വാക്ക് പറയുന്നവരെ നമുക്കൊരു റെസ്പെക്റ്റാ. നിങ്ങളുടെ ഒരു ഭർത്താവാണ്, ഒരു ഭാര്യയോട് 40 പറഞ്ഞ് നല്ല 4 വാക്ക് പറയണം കേട്ടോ. നല്ല മനസ്സിലാക്കിക്കൊണ്ടുള്ള 4 വാക്ക്. നന്നായിരിക്കുന്നു, സന്തോഷമാണോ, എന്തോ ഒരു വിഷമമുണ്ടല്ലോ, സാരമില്ല കേട്ടോ, നമ്മളൊക്കെ ഉണ്ടല്ലോ, ധൈര്യമായിട്ടിരിക്കുക. നല്ല മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്നേഹത്തോടെയുള്ള 4 വാക്ക് പ്രാർത്ഥിക്കുക, എനിക്ക് തരണേന്ന്. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് കണ്ണുകളെ അടച്ച് ഇന്ന് കേട്ട വചനത്തെ ഓർത്തേ. ചതിച്ചാലും ആരെങ്കിലുമൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഒരു തെറ്റും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ചതിച്ചിട്ടുണ്ടോ? നീ അനേകരുടെ മുമ്പിൽ മറ്റുള്ളവർ അതിസ്തംഭിച്ചു വയ്യടമായി പോവും. നിന്റെ മേൽ ദൈവം തരുന്ന ഐശ്വര്യത്തെ കണ്ട് നീ ഉയർന്നു രക്ഷപ്പെടണം. ഒരു നല്ല തീരുമാനമെടുത്ത്, നല്ലൊരു തീരുമാനത്തോടെ അധരങ്ങളെ തുറന്നൊന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി വിശ്വാസത്തോടെ, ആത്മാഭിമാനത്തോടെ, അന്തസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ച് സ്തുതിക്കുന്നു. ഓ ജീസസ്. കരമടിച്ചെല്ലാവരും പാടാം. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ശബ്ദമുയർത്തി പറയാമോ? എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഒറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും പറയാമോ? ഇല്ല ഇല്ല, തളരുകയില്ല, ഇല്ല ഇല്ല, ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല, ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല ഇല്ല,
ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ആമേൻ. ഹല്ലേലൂയ. പുളിമരമായാലും കുത്തിയാൽ അതിന് നോവും, പിന്നെയാണോ മനുഷ്യൻ്റെ കാര്യം? നമ്മുടെ കണ്ണുകൾ നമുക്കൊന്നടയ്ക്കാം. ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് കേട്ട ഓരോ വചനങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കാൻ ഒരാളേലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയോ ജീവിതമോ ഒരിക്കലും തകർന്നു പോകില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം ലഭിച്ചവരാണ് ഞങ്ങൾ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഒരാളോട് ചോദിച്ചു, എന്താണ് തണൽ? മരം കൊണ്ട വെയിലിൻ്റെ പേരാണ് തണൽ. വെയിലായ വെയിൽ മുഴുവൻ ആ മരം കൊണ്ടതുകൊണ്ടാണ് താഴെ നിൽക്കുന്ന നിനക്ക് ഇന്നിച്ചിരി തണുപ്പും തണലും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ, വെയിൽ കൊള്ളുന്ന മരം പോലെയാണ്. പലരും പറയും, അങ്ങ് വെട്ടിക്കളഞ്ഞേരെ, അതൊക്കെ അങ്ങ് കളഞ്ഞേരെ. വെട്ടിക്കളയാനും ഉപേക്ഷിക്കാനും ഒക്കെ എളുപ്പമാണ്. ആ തണൽ മാറുമ്പോഴാണ് ആ മരത്തിൻ്റെ വില അറിയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം കരങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനയോടെ വെയിൽ കൊള്ളുന്നവരാണ്, ഈ ത്യാഗമെടുക്കുന്നവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ തണലാകാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊരാശ്വാസവും ഒരു നന്മയുമാകാൻ നമ്മൾ കൊള്ളുന്ന വെയിലാണിത്, നമ്മളെടുക്കുന്ന ത്യാഗമാണിത്. ഇതൊരു വിടുതലിൻ്റെ സമയമാണ്. എത്രയോ തകർന്ന ജീവിതങ്ങളെ ദൈവത്തിൻ്റെ വചനം വിടുവിച്ചിട്ടുണ്ടെന്നറിയാമോ? എത്രയോ ജീവിതങ്ങളെ ദൈവം വചനത്തിലൂടെ ഉയർത്തിയിട്ടുണ്ടെന്നറിയാമോ? ഇവിടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചില വേദനകളുണ്ട്, ചില വിഷമങ്ങളുണ്ട്. പുളിമരമായാലും കുത്തിയാൽ അതിന് നോവും. അങ്ങനെങ്കിൽ മനുഷ്യന്റെ കാര്യം പിന്നെ പറയണോ? കട്ടിയുള്ള ഉറപ്പുള്ള മരമാണ് പുളിമരം. വാളംപുളി കായ്ക്കുന്ന മരം ഉറപ്പുള്ള മരമാണ്. ആ മരത്തെ ആയാലും കുത്തിയാൽ അതിന് പോലും നോവും. പിന്നെയാണോ മനുഷ്യൻ? ചെറിയ കാര്യം മതി മനുഷ്യൻ തളരാൻ. ഏതാണ് നിങ്ങളുടെ വേദന? എന്ത് കാര്യം ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത്, ഭാരമുള്ളത്? പലരും ദുഃഖത്തെ ഒളിപ്പിച്ച് പുറമേ ചിരിക്കുന്നവരാണ്. മനസ്സിനകത്ത് ദുഃഖത്തെ ഒളിപ്പിച്ച് വെച്ച് അഭിനയിച്ച് ചിരിക്കുന്നവരാ പലരും. രണ്ടു കരങ്ങളെയും ഉയർത്തി ഒരു വലിയ വിടുതൽ ആഗ്രഹിച്ച്, ഒരു വലിയ വിടുതൽ ആഗ്രഹിച്ച്, ഒരാശ്വാസം ആഗ്രഹിച്ച്, ഒരു നന്മ ആഗ്രഹിച്ച് ആ ശബ്ദത്തെ ഉയർത്തി ജീസസുവേ, ഹല്ലേലൂയ, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് പാടാം. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവരെ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവരെ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ,
വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും. എഴുതി തന്ന നിയോഗത്തെ യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിക്കുവാണ്. എല്ലാ ശുശ്രൂഷകരും പ്രാർത്ഥിക്കാനായി ഒന്ന് ഒരുങ്ങാമോ? ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മളെ ദൈവം നിയോഗിച്ചത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഓരോ വിഷയങ്ങളെ എടുത്തു വച്ച് പ്രാർത്ഥിക്കുവാണ് ദൈവസന്നിധിയിൽ. നിയോഗം സമർപ്പിച്ച ഒരു നിയോഗം എന്നറിയാമോ? മദ്യപാനത്തിൽ നിന്നും ലഹരിയിൽ നിന്നും വിടുതൽ തരണേന്നാണ്. പുറമേ കാണുന്നവർക്കതൊരു ചിരി കാരണമാണ്, ഒരു രസമായിരിക്കും അതൊക്കെ. പക്ഷെ മദ്യപാനത്തിൻ്റെ ലഹരിക്ക് അടിമകളായി കുടുംബത്തിലൊരാളുണ്ടെങ്കിൽ അവർ തിന്നുന്നൊരു തീ ചെറുതല്ല. തീ തിന്ന് ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പല വീടിലും ആളിക്കത്തുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കും, ഓ ആ പുള്ളി ശകലം കഴിച്ചു എന്നോർത്തിപ്പോൾ എന്താ പ്രശ്നം? പുള്ളി ഒരു ശകലം കുടുംബമൊക്കെ നോക്കുന്നില്ലേ? പുറമേ നോക്കുന്നവർക്ക് അഭിപ്രായം എളുപ്പമാണ്. ഓരോ കുടുംബത്തിലും ചിലപ്പോൾ മാതാപിതാക്കൾ, ചിലപ്പോൾ ഭാര്യ, ആരൊക്കെയോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമപ്പെട്ടു പോയ ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരെ വിടുവിച്ച് പ്രാർത്ഥിക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അതിലൂടെ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടൽ, വഴക്കുകൾ, പ്രയാസങ്ങൾ, സംശയം, പലതും നൂറ് വിഷയമാണ്. ഈ വിഷയം പറയുമ്പോഴുണ്ടല്ലോ എനിക്കിത് കുറച്ചൊക്കെ മനസ്സിലാകും. കാരണം ഇത് ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ വേദനകളെക്കുറിച്ച് പറയുമ്പോൾ 50% നിങ്ങളത് പറയുമ്പോൾ 5% എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വേദന എത്രയുണ്ടെന്ന്, അതിൻ്റെ കഷ്ടപ്പാട്, അത് അവരുടെ വീട്ടിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് മുറിയുന്നതിൻ്റെ ആഴമൊക്കെ 5-10% എനിക്ക് മനസ്സിലാകും. ഇവിടെ അത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് എന്നോട് എത്ര കുഞ്ഞുങ്ങൾ എൻ്റെ പപ്പ ഒത്തിരി കള്ളുകൂടിയാണെന്ന് പറഞ്ഞ് എത്ര പേര് ഇതിനകത്തുണ്ട്. എൻ്റെ സഹോദരൻ ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞവരുണ്ട്. ആകെ ഭയപ്പെടുക. ചിലരൊക്കെ മദ്യത്തിലും മയക്കിലും വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ചങ്കിന്നൊരാളല്ല, ഒരു പേടിയാ. മുറി കിടന്നുറങ്ങാനൊരു പേടിയാ, കൊല്ലുമോ എന്നൊരു പേടി. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, നമ്മുടെ വീട്ടിൽ ആരും ഇല്ലായിരിക്കാം, പക്ഷെ ഇവിടെയുള്ള ചില അമ്മമാർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, ഉച്ചത്തിൽ അലറിയിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നുണ്ട്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൻ്റെയും ആ പിടിയിൽ നിന്ന് ആ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവരല്ല, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ട ആ നാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇനി പ്രാർത്ഥിച്ച ഒരുപാട് പേരുടെ സങ്കടമാണ് കടക്കണിയിൽ സാമ്പത്തിക പ്രശ്നം, കടബാധ്യത. ഇന്ന് എന്നോട് പറഞ്ഞ ഒരാൾ പറയുക, ജപ്തി നോട്ടീസ് വീട്ടിൽ ഇന്നലെ വന്നു, എന്നാ ചെയ്യണമെന്നറിയില്ല, ഒരു വഴിയുമില്ല. അങ്ങനെ സങ്കടപ്പെടുന്ന ചിലർ ഇതിനകത്തുണ്ട്, ദൂരെയല്ല, ഇതിനകത്തുണ്ട്, ഈ ശബ്ദപരിധിക്കുള്ളിലുണ്ട്. കടം കയറി ചില ചതിയിൽപ്പെട്ടവർ സ്ഥലമൊന്ന് വിറ്റായിരുന്നെങ്കിൽ ആ കടമൊന്ന് വീട്ടായിരുന്നു.
ആരെങ്കിലും കുറച്ച് പൈസ തന്നിരുന്നെങ്കിൽ, സാമ്പത്തികമായി ഇങ്ങോട്ട് വന്നതുപോലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് 100 രൂപ വായ്പ മേടിച്ചാണ്. അരി അടുത്ത ആഴ്ചത്തേക്കുള്ള അരി വീട്ടിലെ പാത്രത്തിലില്ല. പക്ഷെ അരി മേടിക്കുന്നേക്കാൾ കൂടുതലായി ചിന്തിച്ചത് ഇന്നൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ചിന്തിച്ചവരുണ്ട്, ഒന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് ചിന്തിച്ചവരുണ്ട്. ചിലർ ചോദിച്ചു, പൈസ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇനി ആരാധനയ്ക്ക് ഓടിയിട്ട് എന്താ കാര്യം? പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാ കുഞ്ഞെ അത്ഭുത വഴികൾ തുറന്നിട്ടുള്ളത്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവന്റെ മുമ്പിലാ ദൈവം വാതിലുകളെ തുറന്നത്. വിമർശിക്കുന്നവന്റെ മുമ്പിൽ ഒന്നും ദൈവം തുറന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കർത്താവേ, സാമ്പത്തിക പ്രശ്നത്തിൽ മക്കളെ പഠിപ്പിക്കാനില്ലാതെ, മുന്നോട്ട് പോകാൻ, വിവാഹം നടത്താൻ പറ്റാതെ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി ഇരിക്കുന്നവർ, ആ കുഴിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. അവർക്ക് മുമ്പിൽ ഒരു വാതിലെ തുറന്നു കൊടുക്കണമേ കർത്താവേ. ചില ആളുകൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു, ചില നഷ്ടങ്ങളിൽ ചെന്ന് ചാടുന്നു. ചിലർ ഓൺലൈൻ മാർക്കറ്റോ അങ്ങനെ ഏതാണ്ടൊക്കെയോ ഫോണിൽ ഏതാണ്ടൊക്കെയോ കണ്ട് ലക്ഷങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോയത്. ഒരാളെ വളരെ വിഷമിച്ച് മുറി കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്നാ പറ്റി? ഒന്നുമില്ല. എന്നാ പറ്റി? ഒന്നുമില്ല. പിന്നെയാ പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോണിൽ ഒരു ബിസിനസ് ചെയ്തതാ, ഓൺലൈനായിട്ട് എന്തോ 7.5 ലക്ഷം രൂപ പോയിടിന്ന്. ഇല്ലാത്ത പൈസയാണ്. എങ്ങനെ ചങ്ക് തല്ലി കരയാതിരിക്കും? ഒരക്കടിയിലും ഒരു ചതിയിലും ചെന്ന് പെട്ടേക്കരുത് കേട്ടോ. ചതി പല രൂപത്തിലും ഭാവത്തിലുമുണ്ട്. നമുക്ക് അർഹതയില്ലാത്ത ഒന്നും വേണ്ട, ദൈവം തരുന്നത് മതി, ദൈവം തരുന്ന സമ്പത്ത് മതി. നിങ്ങൾ പ്രാർത്ഥിക്ക്. ചെങ്കടലിന് മുമ്പിൽ വഴി തുറന്ന ദൈവം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വഴി തുറക്കാൻ ഇടയാകണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാസ്പോർട്ടുമായി പ്രാർത്ഥിക്കാൻ വന്നവരുണ്ട്. വിസയുടെ തടസ്സം. നിങ്ങൾ ആ പാസ്പോർട്ട് കയ്യിലെടുത്ത് പിടിക്കുക. ഇതെല്ലാം ഒരു വിശ്വാസമാ. കയ്യിലെടുത്ത് പിടിച്ചിട്ട് പറയണം, ഇതിനകത്തു ദൈവത്തിന്റെ അടയാളം എനിക്ക് കാണാൻ പറ്റണം. ഞാൻ പല പ്രാവശ്യം എഴുതി തോറ്റു. എനിക്കിനി മുന്നോട്ട് ഇനി എഴുതണോ വേണ്ടയോ, പഠിക്കണോ? എന്തിനാണോ ഇറങ്ങിയത്, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോ. നീ ജയിച്ചിരിക്കും. ഈ അൾത്താരയിൽ നിന്റെ സ്വരത്തിൽ ഒരു സാക്ഷ്യം ഉയരാനുണ്ട്. ഈ അൾത്താരയിൽ നീ മൈക്കെടുത്ത് പിടിക്കുന്നത് വിശ്വാസത്തിൽ കണ്ടേ. നിന്റെ സ്വരം, നിന്റെ സാക്ഷ്യം കേട്ട് 10 പേർ കൈയടിക്കുന്നത് കണ്ടേ. നിന്റെ സാക്ഷി കേട്ട് ആമേൻ എന്ന് വിളിച്ചു പറയട്ടെ 10 പേര്. നിന്നിലൂടെ ദൈവം ജീവിക്കുന്നുവെന്ന് പലരറിയട്ടെ. ഹല്ലേലൂയ. പാസ്പോർട്ട് എടുത്ത് കയ്യിൽ പിടിച്ച് ചിലപ്പോൾ മാതാപിതാക്കൾ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് ഇന്ന രാജ്യത്ത് പോകണമെന്ന് വലിയ ആഗ്രഹമാണ്, എൻ്റെ കുഞ്ഞിന് ഈ ഭാഷ പഠിക്കാൻ ആഗ്രഹമാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, പല വഴികളും അടഞ്ഞു, ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. സാരമില്ല, ഒരു വഴി അടഞ്ഞാലും 10 വഴിയെ തുറക്കാൻ ദൈവത്തിന് പറ്റൂന്നേ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവത്തിലാന്നേ. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പഠിച്ച് മിടുക്കരാകണം. അവരുടെ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ മാറണം, PR കിട്ടണം, IELTS വിജയിക്കണം, OET വിജയിക്കണം, വിദ്യാഭ്യാസത്തിൽ വിജയിക്കണം. അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമാകണം. നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ മക്കളിലൂടെ തിരിച്ചു വരണം. എല്ലാവരും അധരങ്ങൾ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസിനെ ശബ്ദമുയർത്തി വിളിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി. ഒരു നല്ല ജോലി വിദേശത്തോ സ്വദേശത്തോ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുക. നല്ലൊരു ജോലി ഇല്ലാത്തത് ഭയങ്കര വിഷമമാണ്. 10 രൂപ എടുക്കാനില്ല, ഒരു കാര്യം മേടിക്കാൻ പറ്റുന്നില്ല, കൈനീട്ടി മടുത്തു. ഇനി എങ്ങനെ മുന്നോട്ട്? ആരോട് ചോദിക്കും? ജോലിയുടെ മേഖലകളിൽ അടഞ്ഞ അധ്യായമാണോ? ഇപ്പോൾ പ്രാർത്ഥിക്കുക. നല്ലൊരു ഇന്റർവ്യൂ നീ അറ്റൻഡ് ചെയ്യുന്നത് വിശ്വാസത്തിൽ കണ്ടേ. നല്ലൊരു ഇന്റർവ്യൂവിന് നിനക്ക് മെസ്സേജ്, ഇമെയിൽ വരുന്നത്, വാട്സപ്പ് മെസ്സേജ് വരുന്നത് നീ വിശ്വാസത്തിൽ കാണ്. നീ ഒരു നല്ല ഇന്റർവ്യൂ നല്ല ആക്റ്റീവായി മിടുമിടുക്കായി എഴുതുന്നത്, അറ്റൻഡ് ചെയ്യുന്നത് വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കാണുക. അത് നിന്റെ മേലൊരു അനുഗ്രഹമായി അത് വെളിപ്പെടും. എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് ജോലി മേഖലയിലെ സകല വഴികളും തുറക്കണമേ. ജോലിയിലെ ചില സ്ട്രെസ്സുകൾ മാറണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇനി കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്ത ആളുകളുടെ പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ പ്രാർത്ഥിക്കുവല്ല, വിവാഹം നടക്കണേന്ന് പറയുവല്ല. കണ്ണുകളടച്ച് അമ്മമാരാകട്ടെ ആരുമാകട്ടെ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പന്തലുണ്ടാകുന്നത്, കല്യാണം വിളിക്കുവാൻ നിങ്ങൾ പോകുന്നത്,
നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്, മംഗളകരമായ സന്തോഷമുള്ളൊരു വിവാഹം, ദൈവം അനുഗ്രഹിച്ച വിവാഹം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് വിശ്വാസത്തിൽ കണ്ടേ. നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നിങ്ങളുടെ മകൻ്റെയോ മകളുടെ വിവാഹത്തിന് പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നത്, അന്നേരം മനസ്സിൽ മുഴുവൻ നന്ദിയാ കർത്താവേ. ഞങ്ങൾ പണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ തന്നാണല്ലോ ഇന്ന് ജീവിതത്തിൽ അനുഗ്രഹമായി വന്നത്. ചില അനുഗ്രഹങ്ങൾ വരുമ്പോൾ ചിലർ ഞങ്ങളെ ഓർക്കും. ചില നന്മകൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മക്കളിലൊക്കെ വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ റാന്നിയിലായിരിക്കും വീട്, തിരുവനന്തപുരത്തായിരിക്കും വീട് കാസർഗോഡായിരിക്കും, ചെന്നൈയിലായിരിക്കും, എവിടെയോ ആകട്ടെ, ഞങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ഓർക്കും. ഞങ്ങളന്ന് പ്രാർത്ഥിച്ചത്, അന്ന് ആരാധനയിൽ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ വരുമ്പോൾ ഈ അൾത്താര നിങ്ങൾ ഓർക്കും. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് പാടി പ്രാർത്ഥിച്ചത് നിങ്ങൾ ഓർക്കും. നിങ്ങളൊരു നേർച്ച നേർന്ന് എൻ്റെ ഒരു സാക്ഷ്യം എനിക്ക് പറയണം, എൻ്റെ ഒരു സാക്ഷ്യം എനിക്ക് പറയണം. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പലരുടെ മുമ്പിൽ തല കുനിഞ്ഞു, പലരും ചോദിക്കുമ്പോൾ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കര വിഷമമുള്ളവരുണ്ട്. ചിലരുടെ വിഷമങ്ങളൊക്കെ പുറമേ ചിരിക്കുമെങ്കിലും അകമേ ഒളിപ്പിച്ചാ വച്ചിരിക്കുന്നത്. അവർക്കുള്ളി മുഴുവൻ ഉള്ളിൽ സങ്കടങ്ങളുടെ കൂടാണ്, വേദനയുടെ ഭയങ്കര ആഴമാണ് അവർക്ക്. ചിലപ്പോൾ അവർ അലറിക്കരയും. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സങ്കടം വരുമ്പോൾ ഒരു ഭ്രാന്ത് പിടിക്കുന്ന പോലൊക്കെ തോന്നുന്നു, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ, ഡിപ്രഷൻ പോലൊക്കെ തോന്നുവാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളൊരു കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്നത് വിശ്വാസത്തിൽ കണ്ടേ. ആ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ മാമോദീസായിക്ക് പള്ളിയിൽ പോകുന്നത് നിങ്ങൾ കണ്ടേ. ആ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിൽ കണ്ട് പലരുടെയും മുഖം പ്രിയപ്പെട്ട് സന്തോഷിക്കുന്നത്, ആ കുഞ്ഞിനെ പലരും കൈമാറി എടുക്കുന്നത് വിശ്വാസത്തിൽ കാണാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് തലമുറകളെ ദൈവം നൽകും. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കേ. ഹന്നയുണ്ടല്ലോ, ഹന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ആഗ്രഹമായിരുന്നു ഒരു ആൺകുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിലെന്ന്. ആ ആൺകുഞ്ഞിനെ കിട്ടാനുള്ള അവരുടെ ആഗ്രഹത്തിന്റെ മേല ആ പള്ളിയിലെ പുരോഹിതൻ ആശീർവദിച്ചത്. അതൊരു വിടുതലിന് കാരണമായില്ലേ? അങ്ങനെങ്കിൽ ദൈവനാമത്തിൽ ശുശ്രൂഷകരും പ്രാർത്ഥിക്കുന്നവരും കരങ്ങളെ ഉയർത്തി ഈ പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു ജീസസ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച് ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. അർത്ഥമറിഞ്ഞ് ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. വിശ്വാസത്തോടെ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. കരമുയർത്തിയടിച്ച് ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ കരങ്ങൾ താഴ്ത്തി ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. കരങ്ങൾ താഴ്ത്തി എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഇനി പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള വിഷയമാണ് മകൻ്റെ മകളുടെ PR
ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർത്ത് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. PSC എക്സാം പാസ്സാകുവാനുള്ളൊരു നിയോഗം ഈ അൽത്താരിൽ എടുത്തു വച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, യേശുവിൻ്റെ നാമത്തിൽ ആ വാതിലുകളെ തുറക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുന്നത് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ നിയോഗം പ്രാർത്ഥിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. പ്രാർത്ഥന ചോദിച്ചവരെ യേശുവേ ഒരു സാക്ഷ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേലെല്ലാ പേപ്പർ വർക്കുകൾ, അതിൻ്റെ എല്ലാ നിയമപരമായ കാര്യങ്ങൾ, അതിന് വേണ്ട ക്രമീകരണങ്ങൾ നൽകി യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കണമേ, സംഭവിക്കണമേ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഓട്ടിസം പോലുള്ള ചില രോഗം ബാധിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നു. അതൊരു വലിയ ഭാരമാണ്. എവിടെയും പോകാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും മുമ്പിൽ എല്ലാവരെ പോലെ നിൽക്കാൻ പറ്റാത്ത വേദനയുള്ള, കടിച്ചമർത്തുന്ന ഒരു വേദനയാണത്. പ്രാർത്ഥിക്കുവാണ് അങ്ങനെയുള്ള മാതാപിതാക്കളെ ഓർത്ത്. പ്രിയപ്പെട്ടവരെ, ചില ശരീരത്തിൽ രോഗമുള്ള ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്, ഹോസ്പിറ്റൽ എനിക്കൊരു പേടിയാണ്, ഡോക്ടർ എനിക്ക് ഒരു പേടി, ഭയങ്കര പേടിയാ. സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും പേടി. ഇങ്ങനെ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഓപ്പറേഷൻ കൂടാതെ ഒരു സൗഖ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പ്രാർത്ഥിച്ച് രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് നിങ്ങൾ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഓപ്പറേഷൻ കൂടാതെയുള്ള സൗഖ്യം എനിക്കുണ്ടാകട്ടെ. നിങ്ങളത് വിശ്വാസത്തോടെ പറഞ്ഞ്, പേടിച്ച് പേടിച്ച് രണ്ട് മനസ്സോടെ അല്ല, യേശുവിൻ്റെ നാമത്തിൽ പറ. ശരീരത്തിൻ്റെ, യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലെ രോഗപീഠകളെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത്, എന്തു വേദനയാകട്ടെ, എന്തു പ്രയാസമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, in Jesus name, ആമേൻ, ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുവാണ്, ചതിക്കപ്പെട്ട ആളുകൾ, ജീവിതം ചതിക്കപ്പെട്ടു, പണം ചതിക്കപ്പെട്ടു, സമ്പത്ത് ചതിച്ചുകൊണ്ട് പോയി എന്ന് കേട്ടത് എന്നാന്നറിയാമോ? ജോസഫിനെ സഹോദരന്മാർ ചതിച്ചു. 45-ാം അധ്യായത്തിൽ കാണുന്ന എന്നാന്നറിയാമോ? ചതിച്ചവർ ഇപ്പോ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഒരു തെറ്റും ചെയ്യാതെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഒരു തെറ്റും ചെയ്യാതെ ചതിച്ചിട്ടുണ്ടോ? അവർ നിന്റെ മുമ്പിൽ ലജ്ജിതരാകും. അവർ ജോസഫ് ഭരണാധികാരിയായി ഇരിക്കുമ്പോൾ സഹോദരന്മാർ ഒരു വഴിയുമില്ലാതെ അവിടെ വരുമ്പോൾ ജോസഫ് പരിചയപ്പെടുത്തു, ഞാൻ ജോസഫ്, നിങ്ങൾ വിറ്റുകളഞ്ഞ ജോസഫാണ് ഞാൻ. അവർ കയ്യടാന്നായി പോയി എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവർ സ്തംഭിച്ചു പോയെന്ന്. നിന്നെ തള്ളിക്കളഞ്ഞവർ കണ്ണുമിഴിക്കും നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കണ്ട്, നിനക്ക് വരുന്ന ദൈവാനുഗ്രഹങ്ങൾ കണ്ട്, നിന്റെ മേൽ വന്ന ഉയർച്ച കണ്ട്, നിന്റെ തലമുറകളുടെ മേൽ നല്ല നന്മകൾ കണ്ട്, നിന്നെ വിമർശിച്ചവരും കളിയാക്കിയവരും പുച്ഛിച്ചവരും ചതിച്ചവരും അത്ഭുതത്തോടെ കണ്ണുമിഴിക്കുന്ന ഒരു കാലമുണ്ട്. ചെന്നു കാണേണ്ടവർ വന്നു കാണും കേട്ടോ. ചെന്ന് കണ്ടാൽ പോലും നേരമില്ലെന്ന് പറയുന്നവർ സമ്മാനങ്ങളുമായി വീട്ടിൽ വരും. ചെന്നു കാണേണ്ടവർ വന്നു കാണും. വിശ്വാസത്തോടെ പറഞ്ഞ്, എന്തുവായിക്കോട്ടെ, സർവ്വസമ്പത്തിന്റെ ഉടയവനായ ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ വെളിപ്പെടും. ഇന്നുള്ള സങ്കട ദാരിദ്ര്യം ഒന്നും വിഷമിക്കേണ്ട. ചെന്നു കാണാൻ പോലും കാണാൻ സമയമില്ലെന്ന് പറയുന്ന ഓടിപ്പോകുന്നവർ വന്നു കാണും, വന്നു കാണും, നിന്നെ വന്നു കാണും, നിന്നെ അത്ര അത്ഭുതമായി അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, തെറ്റായ ബന്ധങ്ങൾ മാറുവാൻ, തെറ്റായ ബന്ധങ്ങൾ മാറുവാൻ, പല കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെ കെടുത്തുന്ന, ജീവിതം തകർത്തുന്ന എല്ലാ തെറ്റായ ബന്ധങ്ങളും മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾ MBBS-നും BSc-ക്കും നഴ്സിങ്ങിനൊക്കെ അഡ്മിഷന് വേണ്ടി, അതിൻ്റെ പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. ഇസ്രായേലിൽ പോകുവാൻ വേണ്ടി നിയോഗം വെച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലർജി രോഗങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പലവിധ കള്ളക്കേസിൽ നിന്നും ചതിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ കരങ്ങളെ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വെറുതെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിന്ന് ഷൈൻ ചെയ്യുന്നതല്ല, പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു പ്രകടനം നടത്തുവൊന്നുമല്ല. ഇത് നിങ്ങളുടെ വേദനകളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ എത്തിക്കുക. ശ്രദ്ധിച്ചു നോക്കിക്കേ,
ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങൾ കയറി വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അതിനും വേണം ചിലർ. ദൈവത്തിൻ്റെ നിയോഗം കിട്ടിയവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം മേടിച്ച് ദൈവജനത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ മേടിച്ച് അത് ഈ ജനത്തിന് കൊടുക്കാൻ ഞങ്ങളെ നിർത്തിയതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ ജനത്തെ കൊടുത്തുകൊണ്ട് ഇവരുടെ വേദനകളെ ഏൽപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇന്ന് ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ കൈയിലെടുക്കുക. വെഞ്ചരിക്കാനുള്ള വസ്തുക്കൾ കൈകളിലെടുക്കുക. ഒരു നേർച്ച നേർന്ന മനസ്സിൽ എനിക്കൊരു സാക്ഷ്യം പറയണം, എനിക്കൊരു സാക്ഷിയാകണം. രണ്ട് കാര്യമാണ്. എനിക്കൊരു സാക്ഷ്യം പറയണം. ഈ അനുഗ്രഹയുടെ ഈ പുണ്യഭൂമിയിൽ, ഈ അത്ഭുതം നടക്കുന്ന പള്ളിയിൽ, ഈ അൾത്താരയിൽ, എല്ലാ ദിവസവും വചനം പറയുന്ന ഈ മധുബഹയിൽ, ഈ അൾത്താരയിൽ, ഈ നല്ല സ്ഥലത്ത് എൻ്റെ ഒരു സാക്ഷി എനിക്ക് മടികൂടാതെ ആത്മാഭിമാനത്തോടെ ഉയർത്തി പറയണം. ഒരു സാക്ഷി നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ചവർ, നിയോഗ തിരിമേടിച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗ കൗണ്ടറിൽ നിന്ന് നിയോഗം സമർപ്പിച്ചവരുടെ പേരെടുത്തു വയ്ക്കുന്നു. ജീവിതം ഈ അൾത്താരയിൽ എടുത്തു വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് വിശ്വാസത്തോടെ, നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എനിക്ക് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ട വൈദികർ വിശുദ്ധ ജലം തളിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും വിശുദ്ധ ജലം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഈ ജനത്തിന് മുമ്പിൽ പ്രവർത്തിക്കുവാൻ, ദൈവീ ഇടപെടൽ സംഭവിക്കുവാൻ, അത്ഭുത വിടുതലുകൾ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ജീസസ്. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. ചേർന്ന് പാടാമോ? നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാടാമോ? അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ. നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാനൊക്കെ നമ്മൾ ഒരുങ്ങുവാണ്. നിങ്ങളുടെ നല്ല ഒരു സാക്ഷ്യം ഈ അൾത്താരയിൽ ജീവിതത്തിൻ്റെ നാളുകളിൽ ഉണ്ടാകും.
കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ തിരിച്ചുവിടുന്നുള്ള യാത്രയുണ്ടല്ലോ, വീടെത്തുന്നത് വരെയുള്ള യാത്ര ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഇവിടുന്ന് കിട്ടിയ ഒരു അനുഗ്രഹം അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയറി ചെല്ലുമ്പം ആ വീടിൻ്റെ വെളിച്ചമായ ഐശ്വര്യമായി അവിടെ വരണം, അവിടെ അത് നിലനിൽക്കണം. സന്തോഷമുള്ളൊരു കാര്യം, ഈ ആലയത്തിൽ ദീർഘദൂര യാത്ര ചെയ്തൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ പറയാൻ ഇടവരണം, നമ്മളന്ന് അവിടെ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ വീട്ടിൽ സന്തോഷമായൊരു ദൈവാനുഗ്രഹം ഉണ്ടായി. പറയാൻ ഇടവരത്തക്ക വിധം ധാരാളം ആളുകളെ ഈ കാലഘട്ടത്തിൽ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ തകർന്ന ജീവിതങ്ങളെ പടുത്തുയർത്തിയത് ദൈവവചനത്തിലൂടെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കർത്താവേ, ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനും ഓർമ്മിക്കാനും എല്ലാം ഉണ്ട്. എത്രയോ പേരുടെ ജീവിതങ്ങളെ അങ്ങ് കൈപിടിച്ചുയർത്തി. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്, അതിൻ്റെ പിന്നത്തെ വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളും വ്യാഴവും വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ്. എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച് മൗനമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ദോഷം വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരത്തില്ല. ഇങ്ങനെ പറയണം, എൻ്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും വീണേക്കാം, എങ്കിലും എനിക്കൊരനർത്ഥവും വരികയില്ല, എനിക്കൊരനർത്ഥവും വരികയില്ല, എനിക്കൊരു ദോഷവും വരികയില്ല. ഇപ്പോൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവ്, ഈ നിയോഗത്തിൽ സമർപ്പിക്കുന്ന ഒരു കുടുംബവും തകർന്നുവെന്ന് കേൾക്കാനിടയാകരുത്, ഒരാളും പരാജയപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത്, ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത്, ഒരാളും വഴിതെറ്റിപ്പോയി എന്ന് കേൾക്കാനിടയാകരുത്, ഒരാളും മദ്യത്തിനോ മയക്കുമരുന്നോ ലഹരിക്കോ അടിമയായി പോയി എന്ന് കേൾക്കാനിടയാകരുത്. സ്വരം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, അങ്ങയുടെ അത്ഭുതകരം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരാൾക്കും ജോലിയുടെ മേഖലയിൽ തകർച്ച എന്ന് കേൾക്കാനിടയാകരുത്. അനേകം കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് രക്ഷപ്പെട്ടു വരണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ജനത്തിന്റെ മേൽ സംഭവിക്കണം. ദൈവ പ്രവർത്തികൾ സംഭവിക്കണം. ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകണം. ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ. ആരുമില്ല, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ചേർന്ന് പറയാമോ? യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല,